ആദ്യ അജണ്ടയല്ല. മറിച്ച് എതിരാളികളായ ആളുകൾ വളരെ നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കുന്ന അജണ്ടകളിൽ ഞങ്ങൾ നസീഹത്തിന്റെ മാർഗത്തിലേക്ക് എടുക്കുന്ന ഒരു അജണ്ടയാണ്. വർഷങ്ങൾ 5, 10, 15, 20, 25, 30 കഴിഞ്ഞു പോയാൽ ഗീബൽസിന്റെ തത്വമനുസരിച്ച് അന്ന് നടന്നതെന്താണെന്ന് വളച്ചൊടിച്ച് നുണയായി പറഞ്ഞു പ്രചരിപ്പിച്ച് അന്നത്തെ പരാജയം മൂടിവെക്കാമെന്ന് ശ്രമിച്ചവർക്ക് അന്നത്തെ സ്വാഗതം പറഞ്ഞ അന്നത്തെ വാദപ്രതിവാദത്തിന് സ്വാഗതം പറഞ്ഞ അന്നത്തെ അതിന്റെ കൺവീനർ ബഹുമാന്യനായ പി വി കുഞ്ഞിക്കോയ മാസ്റ്റർ, ഞങ്ങളുടെ യോഗത്തിന്റെ അധ്യക്ഷൻ, ആ സംഭവം അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ കൊട്ടപ്പുറം സംവാദത്തിന്റെ ഒരാണ്ട് നേർച്ച കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ നടന്നു വരികയാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് സത്യത്തിൽ ആർക്കും അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായതെന്നും ആരാണ് വെല്ലുവിളിച്ചതെന്നും ആരാണത് സ്വീകരിച്ചതെന്നും എങ്ങനെയാണ് അത് കലാശിച്ചതെന്നും ഇന്നത് വികൃതമാക്കപ്പെടാൻ കാരണം എന്താണെന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുറേയല്ലേ അറിയാമെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഇന്ന് ആ വിഷയങ്ങൾ അജ്ഞാതമാണ്. അതുകൊണ്ട് അന്നുണ്ടായ അന്ന് ഞാനാണ് കൺവീനർ നമ്മളെ ഭാഗത്ത്. അന്നുണ്ടായ ആ സംഭവങ്ങളെ സംബന്ധിച്ച് ചുരുക്കം ഒരു കുറിപ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എങ്ങനെയാണ് വാദപ്രതിവാദം ഉണ്ടായത്, എങ്ങനെയാണ് അതിനെ നേരിട്ടത് എന്നെല്ലാം, ആരാണ് വിളിച്ചത്, ആരാണ് ഒളിച്ചോടിയത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുക. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ കൊട്ടപ്പുറം വാദപ്രതിവാദം 1983 ഫെബ്രുവരി 1, 2, 3 തീയതികളിലാണ് അത് വെച്ചിരുന്നത്. ഈ സ്ഥലം ഈ യോഗത്തിന് ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം തന്നെ ഒന്നതാണ്. ഇവിടെ വെച്ചിട്ടാണ് ഒരു മുസ്ലിയാർ ഇവിടുത്തെ ISM-നെ വെല്ലുവിളിച്ചത്, ഈ സ്ഥലത്ത് വെച്ച്. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും നമ്മൾ ഈ യോഗം നടത്താൻ പലരും നമ്മളോട് അഭ്യർത്ഥിച്ചെങ്കിലും ഈ സ്ഥലം തന്നെ ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം ഒന്നാമത്തെ കാരണം അതാണ്. ഇതേ സ്ഥലത്ത് വെച്ചിട്ടാണ് ആ മഹാമാന്യൻ ഞങ്ങളെ വെല്ലുവിളിച്ചത്. വാദപ്രതിവാദത്തിന്റെ കാരണങ്ങൾ, വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കുന്ന സ്വഭാവം മുജാഹിദുകൾക്കില്ല. മുസ്ലിയാക്കന്മാരുടെ വെല്ലുവിളി അസഹ്യമാകുമ്പോൾ അത് സ്വീകരിക്കാൻ നിർബന്ധിതരാവുകയാണ് ചെയ്യാറുള്ളത്. ആവർത്തിച്ചുള്ള തങ്ങളുടെ വെല്ലുവിളികൾ സ്വീകരിക്കില്ലെന്ന് കണ്ടാൽ മുസ്ലിയാക്കന്മാർ പറയും, കണ്ടോ മുജാഹിദുകളുടെ പക്കൽ യാതൊരു കോപ്പുമില്ല, അവരുടെ വിവാദങ്ങൾക്ക് ഖുർആനിലും ഹദീസിലും തെളിവില്ലാത്തത് കൊണ്ടാണ് അവർ മുൻപാറ്റി വരാൻ ജനങ്ങൾ എത്തിക്കുകയും മുസ്ലിയാക്കന്മാർ വിളമ്പുന്ന എല്ലാ ശിർക്കം വത്തുകൾക്കും ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലമുണ്ടെന്ന് വിചാരിക്കുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ വെല്ലുവിളി സ്വീകരിക്കുകയല്ലാതെ രക്ഷയില്ലല്ലോ. അതാണ് എല്ലാ വാദപ്രതിവാദങ്ങളുടെയും സ്ഥിതി. കൊട്ടപ്പുറം വാദപ്രതിവാദത്തിന്റെ സ്ഥിതിയും ഇത് തന്നെ. കൊട്ടപ്പുറത്ത് വെച്ച് സുന്നികൾ നടത്തിയ മതപ്രസംഗ പരമ്പരയിൽ കല്ലൂർക്കാരനായ ഒരു മുസ്ലിയാർ മുജാഹിദുകളെ ഓരോ വെല്ലുവിളിയുടെ ശക്തി കൂടിക്കൂടി വന്നപ്പോൾ മുജാഹിദുകൾക്ക് അത് സ്വീകരിക്കുകയല്ലാതെ രക്ഷയില്ലെന്നായി. സുന്നികളുമായി നടത്തിയ എഴുത്തുകുത്തുകൾ കൊണ്ട് അത് തെളിയിക്കാം. അത് പിന്നീട് ഇൻഷാ അല്ലാഹ് ഞാൻ വായിക്കുന്നതാണ്. അതിനു മുമ്പായി സുന്നികൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന ആരോപണം ശ്രദ്ധിക്കുന്നു എന്നായിരിക്കും. മറുപക്ഷത്തെ വെല്ലുവിളിക്കുക വഹാബിക്ക്, ഇത് മറ്റുള്ളവർ പറഞ്ഞതാ, മറ്റേ ഭാഗത്തുള്ളതാണ്. മറുപക്ഷത്തെ വെല്ലുവിളിക്കുക, 4 ആൾ കൂടിയാൽ 4 മുഴം ഉയരത്തിൽ കയറി നിന്നാൽ അറിയാതെ തന്നെ ഇവർ വെല്ലുവിളിച്ചു പോകും. അതിന് മൂർച്ചയുള്ള ആയുധം വേണം. അതൊന്നും സ്വന്തം ക്യാമ്പിലില്ല. ഇതൊക്കെ ഇവന്മാർക്ക് നന്നായി അറിയാം, എന്നാലും വിളിക്കും വെല്ല്. കൊട്ടപ്പുറത്തെ മതപ്രസംഗ പരമ്പരയിൽ മുജാഹിദുകൾ വെല്ലുവിളിക്കുകയും സുന്നിപക്ഷം അത് സ്വീകരിക്കുകയും ചെയ്തു എന്ന് കള്ളം പറഞ്ഞ് ആശ്വാസം കൊള്ളുകയാണ് ഇവർ ചെയ്യുന്നത്. ഇനി മുജാഹിദുകളും സുന്നികളും തമ്മിൽ നടന്ന കത്തിടപാടുകളുടെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ 2-3 ദിവസം ഒരു മതപ്രസംഗം നടത്തി.
നേരത്തെ സ്വാഗതപ്രസംഗം പറഞ്ഞ മാതിരി നിരന്തരമായിട്ട് നമ്മളെ വെല്ലുവിളിക്കുകയായിരുന്നു അവരുടെ പണി. എന്തു പറഞ്ഞാലും വെല്ലുവിളി. അവസാനം ഗതിയില്ലാത്തപ്പോൾ ഞങ്ങളൊരു കത്ത് കൊടുത്തു. ഞങ്ങൾ തന്നെ കൊടുത്ത് ഞാൻ നേരത്തെ പ്രസംഗിച്ച അയാൾ വേറെ എൻ്റെ 2-3 സ്നേഹിതന്മാരെല്ലാം കൂടി നേരെ ഈ സ്റ്റേജിലേക്ക് വന്നിട്ടാണ് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയാൻ കാരണം. അങ്ങനെ ഞങ്ങളൊരു കത്ത് കൊടുത്തു. കൊട്ടപ്പുറം സുന്നി യുവജന സംഘ സെക്രട്ടറി അവർക്ക്, മാന്യരെ അസ്സലാമു അലൈക്കും. ഞങ്ങൾ സലാമൊക്കെ എഴുതിയിട്ടാണ് കൊടുത്തത് കേട്ടോ. ഇനി വേറെ കത്ത് വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾ നടത്തി വരുന്ന വയല് പരമ്പരയിൽ നിങ്ങളുടെ ഒരു പണ്ഡിതൻ ഇവിടുത്തെ ISM-നെ വാദപ്രതിനായി വെല്ലുവിളിച്ചത് വാക്കുമൂലം സ്വീകരിച്ചതായി ഇന്നലെ ഞങ്ങൾ നിങ്ങളെ അറിയിച്ചിരുന്നുവല്ലോ. അംഗീകൃത വ്യവസ്ഥ അനുസരിച്ച് വാദപ്രതിവാദത്തിനോ ഖണ്ഡന പ്രസംഗത്തിനോ എന്തിനാണെങ്കിലും ഞങ്ങൾ തയ്യാറാണെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു എന്ന് സെക്രട്ടറി O. അഹമ്മദ് സഗീർ ഒപ്പ്. ഇങ്ങനെ ഒരു കത്താണ് ഞങ്ങൾ ആദ്യമായി കൊടുത്തത്. ഈ കത്തിന് രേഖാമൂലം അവർ മറുപടി തന്നില്ല. മൈക്കിലൂടെ പ്രതികരണമുണ്ടായി. അംഗീകാര വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ മുസ്ലിയാർക്ക് മനസ്സിലായില്ല. ഒഴിഞ്ഞു മാറാനുള്ള അടവ് നോക്കുകയായിരുന്നു. വെല്ലുവിളിനനുസരിച്ച് വയലിന്റെ ഫീസ് കൂടുമെന്ന് കരുതി മുസ്ലിയാർ വെല്ലുവിളി തുടങ്ങി. മൈക്കിലൂടെ ഈ മറുപടിക്ക് അപ്പോൾ തന്നെ ഒരു കത്ത് കൂടി ഞങ്ങൾ കൊടുത്തു. അത് ഇതാ, രണ്ടാമത്തെ ഒരു കത്ത് കൂടി ഞങ്ങൾ കൊടുത്തു. ആദ്യത്തെ കത്തിന് യാതൊരു മറുപടിയില്ല. വെല്ലുവിളിച്ച് വാടാ എന്ന് പറയാം. അതിന് മറുപടി ഇല്ലാത്തതുകൊണ്ട് രണ്ടാമത്തെ ഒരു കത്തും കൂടി ഞങ്ങൾ കൊടുത്തു. കൊട്ടപ്പുറം സുന്നി യുവജന സെക്രട്ടറി അവർക്ക്, മാന്യരെ അസ്സലാമു അലൈക്കും. പരമ്പരയിൽ ഒരു പണ്ഡിതൻ ഇവിടുത്തെ ISM-നെ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചത് സംബന്ധിച്ച് ഞങ്ങൾ തന്ന കത്തിൽ അംഗീകൃത വ്യവസ്ഥ അനുസരിച്ച് വാദപ്രതിവാദത്തിനോ ഖണ്ഡന പ്രസംഗത്തിനോ ഏതാണെങ്കിലും ഞങ്ങൾ തയ്യാറാണെന്ന് രേഖാമൂലം നിങ്ങളെ അറിയിച്ചു. ആ കത്തിന് രേഖാമൂലം നിങ്ങൾ മറുപടി തന്നില്ല. എങ്കിലും സ്റ്റേജിൽ നിന്ന് അംഗീകൃത വ്യവസ്ഥ ഏതാണെന്ന് മനസ്സിലായില്ല എന്ന് പറയുന്നത് കേട്ടു. കുണ്ടുതോട് വ്യവസ്ഥയും മറ്റും അംഗീകൃത വ്യവസ്ഥ അല്ലെന്ന് പറയുന്നത് കേട്ടു. ഇതാണ് അവർ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്. അംഗീകൃത വ്യവസ്ഥ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് അയാൾക്കാണിത്. അംഗീകൃത വ്യവസ്ഥ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് വാദപ്രതിവാദത്തിന് ഏർപ്പെടുന്ന ഇരു കക്ഷികളും വാദപ്രതിവാദം സംബന്ധിച്ച് യോജിച്ച് തയ്യാറാക്കുന്ന നിബന്ധനകളും തീരുമാനങ്ങളും എന്നാണ്. ഇരു വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർ സംബന്ധിച്ചുകൊണ്ട് തയ്യാറാക്കിയതായിരുന്നു കുണ്ടുതോടിലെയും കുഴിപ്പുറത്തെയും വ്യവസ്ഥകൾ. അതനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കുന്നത് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ പുതിയ വ്യവസ്ഥകൾ തയ്യാറാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മതപരമായ കാര്യങ്ങളിൽ വാദപ്രതിവാദം നടത്തുമ്പോൾ വ്യവസ്ഥ തയ്യാറാക്കുന്നതിന് അതിൽ ഇരു വിഭാഗത്തിന്റെയും ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതിനാൽ നിങ്ങൾ വെല്ലുവിളിച്ച പോലെ വാദപ്രതിവാദത്തിനോ ഖണ്ഡന പ്രസംഗത്തിനോ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് തന്നെ വ്യവസ്ഥ തയ്യാറാക്കാനും വാദപ്രതിവാദം നടത്താനും ഞങ്ങളുടെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ സ്ഥലത്തുണ്ട്. എത്രയും വേഗം ഈ കത്തിന് മറുപടി രേഖാമൂലം തരണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് സെക്രട്ടറി O. അഹമ്മദ് സഗീർ. ഇത് മൂന്നാമത്തെ കത്തും ഞങ്ങൾ കൊടുത്തു. ഇതൊക്കെ വെല്ലുവിളി അവരാ, കത്തൊക്കെ ഞങ്ങളാ കൊടുക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാ. മുസ്ലിം വെല്ലുവിളി ആവർത്തിച്ചാൽ അപ്പോൾ തന്നെ അത് നേരിടാൻ തയ്യാറായിക്കൊണ്ട് മുജാഹിദ് പണ്ഡിതന്മാർ ഓഫീസിലുണ്ടായിരുന്നു. കുണ്ടുതോട് വ്യവസ്ഥ തള്ളിക്കളയേണ്ട കാര്യം മുസ്ലിയാർക്കില്ല. കാരണം അസം മുസ്ലിയാരും അതുപോലെയുള്ള ഉത്തരവാദപ്പെട്ട സമസ്ത പണ്ഡിതന്മാരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരസ്പരം ഒപ്പിട്ട് കൈമാറിയ വ്യവസ്ഥയാണത്. പിന്നെ എന്തിന് തള്ളുന്നു എന്ന ചോദ്യത്തിന് മറുപടി മനുഷ്യർ കേൾക്കെ പറയാൻ പറ്റാത്തതാണ്. സ്ത്രീകൾക്ക് എഴുത്തും വായനയും ഹറാമാണെന്ന് അതിലുണ്ട് ആ വ്യവസ്ഥയിൽ. ആ വാദത്തിന് ഇന്ന് എത്ര സുന്നികളുടെ പിന്തുണ ഉണ്ടാവും? ഇതാണ് ആ വ്യവസ്ഥ നമുക്ക് പറ്റൂല എന്ന് അവർ പറയാൻ കാരണം. ഇനി ആ കത്തിന് സുന്നികൾ നൽകിയ മറുപടി വായിക്കുക. കൊട്ടപ്പുറം ഇത്യാദി സുബാനി മുജാഹിദീൻ സെക്രട്ടറി അവർക്ക് കൊട്ടപ്പുറം സുന്നി യുവജന സംഘ സെക്രട്ടറി അറിയുന്നത് ഒരു സലാമോ സലാത്തോ ഒന്നുമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ കൊടുത്തത് സലാമോട് കൂടി തുടങ്ങിയിട്ടാണ് ഞങ്ങൾ കത്ത് കൊടുത്തത്. ഇവര് തന്നെ കത്തിൽ അങ്ങനത്തെ ഒരു വിലക്കില്ല.
അപ്പൊ അവരെ തന്നെ കത്താണ് ഞാൻ വായിക്കാൻ പറയും. എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ വെല്ലുവിളിയാണ്. അപ്പൊ ആരാണ് വെല്ലുവിളിച്ചത്, ആരാണ് സ്വീകരിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് തന്നെ കത്ത് കിട്ടി. നിങ്ങളെപ്പോലെ ഞങ്ങളും ഒരുക്കമാണ്. ആയതുകൊണ്ട് ഇന്ന് തന്നെ വ്യവസ്ഥ തയ്യാറാക്കണമെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾ ഒരുക്കമാണ്. ഈ പരിപാടി കഴിഞ്ഞ് കൃത്യം 1 മണിക്ക് തന്നെ നമുക്ക് വ്യവസ്ഥ തയ്യാറാക്കാമെന്ന് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു എന്ന് KC ലീലാകുട്ടി മുസ്ലിയാർ, സെക്രട്ടറി, സുന്നി യുവജന സംഘം, ഒട്ടപ്പുറം 7/1/83. അന്ന് അയാളാണ് സുന്നി യുവജന സംഘത്തിന്റെ സെക്രട്ടറി. അയാളാണ് ഈ കത്ത്, അയാളുടെ സീലും ഒപ്പിന്റെ കയ്യിൽ ഇപ്പോഴുണ്ട്. ആര് വന്നാലും കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അയാളെ സീലും ഒപ്പുള്ള കത്ത, മുസ്ലിയാരുടെ ഒപ്പും സീലും മേൽവിലാസവുമുള്ള കത്താണ്. ഇത് നിഷേധിച്ചാൽ ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിതരണം ചെയ്യാനും എവിടെയും വെച്ച് ഗ്രഹിക്കാനും നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാഹ്. വെല്ലുവിളിച്ചത് സുന്നിപക്ഷം തന്നെയാണെന്ന് ഈ കത്തിലെ അടിവരയിട്ട ഭാഗം വിളിച്ചു പറയുന്നു. അവരാണ് വെല്ലുവിളിച്ചത്, നമ്മളത് സ്വീകരിച്ചു എന്ന് മാത്രം. രാത്രി 1 മണിവരെ വയലിൽ നീട്ടിക്കൊണ്ടുപോവുകയും അതിനുശേഷം വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുക എന്നത് എത്ര വിഷമമാണ്. പരിപാടി നടക്കരുതെന്ന് മുസ്ലിയാക്കർക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ വയൽ നേരത്തെ കഴിഞ്ഞു. അപ്പോൾ മുജാഹിദുകൾ 1 എഴുത്ത് കൂടി കൊടുത്തു. വയൽ നേരത്തെ കഴിഞ്ഞപ്പോൾ നമ്മൾ 1 കത്ത് കൂടി കൊടുത്തു. അവർ പറഞ്ഞത് വയൽ കഴിഞ്ഞ് 1 മണിക്ക് നമുക്ക് തുടങ്ങാം. അത് പറ്റൂല എന്നുള്ളവർക്ക് നമ്മൾ പിന്നിൽ വേർപെട്ടില്ല, പിന്നെ തന്നെ കൂടി 1 കത്തും കൂടി നമ്മൾ കൊടുത്തു. ആ കത്താണ് ഞാൻ വായിക്കാൻ പോണത്. അസ്സലാമു അലൈക്കും. നിങ്ങൾ 1 മണി എന്നാണല്ലോ പറഞ്ഞത്. വയൽ കഴിഞ്ഞ സ്ഥിതിക്ക് 11 മണിക്ക് തന്നെ വ്യവസ്ഥകൾ തയ്യാറാക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഇതിനെ അറിയിച്ചുകൊള്ളു. പിന്നെ 1 കത്തും കൂടി നമ്മൾ കൊടുത്താൽ ഇത് സുന്നി പക്ഷത്തിന് സ്വീകാര്യമായില്ല. വ്യവസ്ഥ തയ്യാറാക്കാൻ 1 മണി തന്നെ ആവണമെന്ന് അവർ ശ്രമിച്ചു. എന്തോ ഒരു ഭയം. 11 മണിക്ക് വ്യവസ്ഥ തയ്യാറാക്കി അന്ന് തന്നെ വാദപ്രതിവാദം ആരംഭിക്കാമെന്നായിരുന്നു മുജാഹിദുകളുടെ വിചാരം. അനാവശ്യമായി ഉറക്കമൊഴിച്ച് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകാനാണ് മുസ്ലിയാർക്ക് അവിടെ ശ്രമം. ഇത് മനസ്സിലാക്കിയപ്പോൾ 1 കത്തുകൂടി ഞങ്ങൾ കൊടുത്തു. പിന്നെ 1 കത്തും കൂടി നമ്മൾ കൊടുത്തു. നിങ്ങളുടെ എഴുത്തിൽ സൂചിപ്പിച്ച പോലെ രാത്രി 1 മണിക്ക് വ്യവസ്ഥ തയ്യാറാക്കുന്നതിന് ഞങ്ങൾക്ക് അസൗകര്യമുള്ളത് കൊണ്ടും 11 മണിക്ക് ഞങ്ങൾക്ക് സൗകര്യമാണ് എന്നത് നിങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തത് കൊണ്ടും സംയുക്തമായി മറ്റൊരു സമയം തീരുമാനിക്കാമെന്ന് ഇതിനാൽ അറിയിച്ചുകൊണ്ട് മറുപടിക്ക് പ്രതീക്ഷിക്കുന്നു എന്ന് അബ്ദുൾ റസാഖ് ബാക്കവി, പ്രസിഡന്റ് ISM കൊട്ടപ്പുറം. അന്ന് ബാക്കവി സാഹിബായിരുന്നു അന്ന് നമ്മളെ പ്രസിഡന്റ്. അയാളെ വകയായിട്ട് 1 കത്തും കൂടി കൊടുത്തു. അങ്ങനെയാണ് വാദപ്രതിവാദത്തിന് തുടക്കം കുറിച്ചത്. വിടാതെ പിന്നെ കൂടിയപ്പം അവർ കൂടി അവിടെയാണ് വാദപ്രതിവാദത്തിന് തുടക്കം. 983 ജനുവരി 8-ാം തീയതി 2 മണിക്ക് കൊട്ടപ്പുറം മുസ്ലിം ലീഗ് ഓഫീസിൽ ചേർന്ന സംയുക്ത യോഗം വാദപ്രതിവാദത്തിന് കൈക്കൊണ്ട നിബന്ധനകളും തീരുമാനങ്ങളും കൂടി വായിച്ചിട്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. മുജാഹിദ് പക്ഷത്തെ കൺവീനറായി PV കുഞ്ഞിക്കോയ മാസ്റ്ററെയും സുന്നി പക്ഷത്തിന്റെ കൺവീനറായി P മൊയ്റ്റ് മൗലവിയെയും തിരഞ്ഞെടുത്തു. ലീഗ് ഓഫീസിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നത്. അന്ന് മുജാഹിദ് പക്ഷത്തിന്റെ കൺവീനറായി എന്നെയും സുന്നി പക്ഷത്തിന്റെ കൺവീനറായി മൊയ്റ്റ് മൗലവിയും. അയാൾ മൗലവിയാണ്, ഞാൻ മാസ്റ്റർ. ഈ മൗലവി എന്നുള്ള പേര് തമാശ കേട്ടോ. മൗലവി എന്ന് പേര് അയാൾക്ക് വന്നതുകൊണ്ട് അയാളാണ് മുജാഹിദിന്റെ കൺവീനർ എന്ന് എല്ലാവരും ധരിച്ചിട്ട് കുറെ ഒരാളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അത് മൗലവി. അന്ന് മൗലവിമാരെന്ന് പറഞ്ഞാൽ മുജാഹിദീങ്ങളാണ്, ഞാൻ മാസ്റ്ററാണ്, ഞാൻ സുന്നിയ. അങ്ങനെ ആയിട്ട് കുറെ നടന്നു. 1983 ഫെബ്രുവരി 1, 2, 3 തീയതികൾ നടത്തുക. ആ തീരുമാനങ്ങൾ എന്നിട്ട് ഓരോ വിഷയവും ഈ 2 ദിവസം വീതം വാദപ്രതിവാദം നടത്തുക. വിഷയങ്ങൾ താഴെ പറയുന്നത് 4 വിഷയങ്ങളായിരുന്നു നമ്മളന്ന് തെരഞ്ഞെടുത്തത്. മുജാഹിദ് പക്ഷത്തിന്റെ വാദം: മൊയ്യദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, കന്യാമറിയമ്മയെ അനുസഹായമെ പോലെ മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കൽ ശിർക്കാകുന്നു. ഇതാണ് ഒന്നാമത്തെ മുജാഹിദ് പക്ഷത്തിന്റെ വാദം. അതിന് സുന്നി പക്ഷത്തിന്റെ വാദം: ബദരീങ്ങളെ കാക്കണേ, മൊയ്യദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ നടന്നു വരുന്ന ഇസ്തിഗാസ അനുവദനീയമാണെന്നും ലാത്തെ ഉസ്സെ എന്ന് വിളിച്ച് സഹായം തേടലും പ്രാർത്ഥിക്കലും മുസ്ലിങ്ങളുടെ നടപടിയല്ലെന്നും ഞങ്ങൾ വാദിക്കുന്നു.
അത് സുന്നിന്റെ. ഇനി രണ്ടാമത്തെ ദിവസത്തെ രണ്ടാമത്തെ വാദം മരിച്ചുപോയ മഹാത്മാക്കളെ ഇടയാളന്മാരാക്കി പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാവുന്നു. ഇതാണ് മുജാഹിദ് പക്ഷത്തിന്റെ വാദം. സുന്നി പക്ഷത്തിന്റെ വാദം അംബിയ ഔലിയ സ്വാലിഹ്യങ്ങൾ എന്നീ മഹാന്മാരെ ഇടയാളന്മാരാക്കി അള്ളാഹുവിലേക്ക് തവസ്സുൽ ചെയ്യുന്നത് അനുവദനീയമാകുന്നു. ഇതാണ് ഈ രണ്ട് വിഷയത്തെ സംബന്ധിച്ചായിരുന്നു നമ്മൾ തമ്മിൽ വാദപ്രതിവാദം നടക്കേണ്ടിയിരുന്നത്. ഓരോ ദിവസം എങ്ങനെയാണ് ആ വാദപ്രതിവാദം, അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഓരോ ദിവസവും ഓരോ കക്ഷിയും വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അരമണിക്കൂർ പ്രസംഗിക്കും. അതിനെക്കുറിച്ച് 1.5 മണിക്കൂർ ചോദ്യം ചോദിക്കും. ചോദ്യത്തിന് 2 മിനിറ്റ്, ഉത്തരത്തിന് 3 മിനിറ്റ്. വിഷയം അവതരിപ്പിച്ചവരാണ് മറുപടി പറയേണ്ടത്. അത് കഴിഞ്ഞാൽ അന്ന് തന്നെ മറുകക്ഷിക്ക് വിഷയം അവതരിപ്പിക്കാം. അതേക്കുറിച്ച് 1.5 ആശയം അവതരിപ്പിക്കേണ്ടത് എന്നതിനെ പറ്റി തർക്കമായപ്പോൾ നറുക്ക് ഇട്ട് കുലുക്കിയിട്ടാണ് അന്ന്, അങ്ങനെ ഒരു പണിയുണ്ടല്ലോ, കുറിയിരിക്കണമായി, അങ്ങനെയാണ് അന്ന് തീരുമാനിച്ചത്. 1-ാം ദിവസം മുജാഹിദ് പക്ഷം, 2-ാം ദിവസം സുന്നി പക്ഷം, 3-ാം ദിവസം മുജാഹിദ് പക്ഷം, 4-ാം ദിവസം സുന്നി പക്ഷം. ഇങ്ങനെയാണ് വിഷയം അവതരിപ്പിക്കേണ്ടത്. വാദപ്രതിവാദത്തിൽ സ്വീകരിക്കുന്ന തെളിവുകൾ: 1 വിശുദ്ധ ഖുർആൻ, 3 5 വ്യക്തമായ ഖിയാസ്. സമയം രാത്രി 8:30 മുതൽ രാത്രി 12 മണി വരെ. ഇരു കൺവീനർമാർക്കും 10 മിനിറ്റ് നേരം സദസ്സിന് നിർദ്ദേശം നൽകാൻ അവസരം ലഭിക്കും. വ്യവസ്ഥ തയ്യാറാക്കിയവരാ, അതും കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നന്ന്. സുന്നി പക്ഷത്തിൽ നിന്ന് വ്യവസ്ഥ തയ്യാറാക്കാൻ വന്ന മൗലവിമാർ PK മൊയ്യദ്ദീൻ കുട്ടി മുസ്ലിയാരിച്ച് നമ്മളിപ്പോൾ ഈ വാദപ്രതിവാദം ഈ കൊണ്ടാടികൾക്കൊന്നും ഇപ്പോൾ ഇതറിയുന്നു എനിക്ക് തോന്നുന്നു ചേട്ടോ. സുന്നി പക്ഷം PK മൊയ്യദ്ദീൻ കുട്ടി മുസ്ലിയാർ, KP മൊയ്തീൻകുട്ടി മുസ്ലിയാർ, KK അബ്ദുറഹ്മാൻ മുസ്ലിയാർ, KP മൊയ്തീൻകുട്ടി ഹാജി, KU ഗുലാം മൊയ്തീൻ, P മോയിട്ടി മൗലവി, P പോക്കരുട്ടി, KC മുഹമ്മദ് കോയ. ഇവരായിരുന്നു സുന്നി പക്ഷത്തിന്റെ മൗലവിമാർ. മുജാഹിദ് പക്ഷത്തിന്റെ ആളുകൾ അത് വ്യവസ്ഥ തയ്യാറാക്കിയവരാണിത്. വാദപ്രതിവാദത്തിൽ പങ്കെടുത്തവർ വേറെ. മുജാഹിദ് പക്ഷം PK അലി അബ്ദുൽ റസാഖ് മൗലവി, P മൊയ്തീൻകുട്ടി, P മുഹമ്മദ് അലി, PV കുഞ്ഞിക്കോയ മാസ്റ്റർ, P ഉണ്ണി മുഹമ്മദ്, TP അബ്ദുൽ റസാഖ് വാക്കർ. ഇതാണ് അന്ന് വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് ഓഫീസിൽ ചേർന്നവർ. 2 കൂട്ടർക്കും കൂടി ഒരു സ്റ്റേജ് മതിയെന്നും, നമ്മൾ ഈ ഭാഗത്താണെങ്കിൽ നാളെ നമ്മൾ അങ്ങേ ഭാഗത്ത്, അന്നാമത്തെ തല്ലും കൂടി ഏറുണ്ടാവും ഞങ്ങൾക്കറിയാം. അതിനെ ഒരു മേക്കപ്പ് നിലയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ തീരുമാനിച്ചു. ഈ 2 മധ്യസ്ഥന്മാർ സ്റ്റേജിൽ ഉണ്ടായിരിക്കണമെന്നും 10 പണ്ഡിതന്മാർ ഉൾപ്പെടെ 25 കവിയാത്ത ആളുകൾക്ക് ഓരോ വിഭാഗത്തിൽ നിന്നും പണ്ഡിതന്മാരുടെയും 100 വീതം വളണ്ടിയർമാരും പേരുകൾ പരസ്പരം കൈമാറി. KP മുഹമ്മദ് മൗലവി, AP അബ്ദുൽ ഖാദർ മൗലവി, PK അലി അബ്ദുൽ റസാഖ് മൗലവി, SM മൈദി തങ്ങൾ, CP ഉമ്മർ സുല്ലമി, MK അലി അക്ബർ മൗലവി, A അബ്ദുൽസലാം സുല്ലമി, അബ്ദുറഹ്മാൻ സലഫി, M അബ്ദുള്ള സുല്ലമി, Mസ സുല്ലമി, TP അബ്ദുൽ റസാഖ് ബാക്കവി തുടങ്ങി 14 പേരും സ്റ്റേജിലുണ്ടായിരുന്നു. സുന്നി പക്ഷത്തിന്റെ പണ്ഡിതന്മാർ: KV മുഹമ്മദ് മുസ്ലിയാർ, KK അബൂബക്കർ മുസ്ലിയാർ, TK ബാബ മുസ്ലിയാർ, AP മുഹമ്മദ് മുസ്ലിയാർ, P അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മുസ്തഫ ഫൈസി, C സൈനുദ്ദീൻ മുസ്ലിയാർ, V മൂസ മുസ്ലിയാർ എന്നിവരും മറ്റ് 14 പേർ. മേൽപ്പറഞ്ഞവരുടെ നേതൃത്വത്തിലാണ് 4 ദിവസത്തെ വാദപ്രതിവാദം നടക്കേണ്ടിയിരുന്നുവെങ്കിലും 3-ാം ദിവസം ബഹളം കാരണം ആ പരിപാടി നിർത്തിവെച്ചിട്ട് നമ്മൾക്ക് മുഴുവൻ കൊണ്ടാൻ സാമൂല ഇരുന്നപ്പോൾ ഞാനും മോയിൻകുട്ടി മൗലവിയും കൂടി ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഒരു ആധാരം വായിക്കണം. ചില ഞാനില്ല, ആ കരാറാണ് ഇനി വായിക്കാൻ പോണത്. കൊട്ടപ്പുറത്ത് നടക്കുന്ന സുന്നി
മുജാഹിദ് വാദപ്രതിവാദം സദസ്സിനെ നിയന്ത്രിക്കാൻ സംയുക്ത കമ്മിറ്റിക്ക് സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടതിനാൽ ദിവസമായ ഇന്ന് ഞങ്ങൾ പരിപാടി നിർത്തിവച്ചിരിക്കുന്നു. ഈ വാദപ്രതിവാദ പാടി മൊഴി ഇങ്ങനെ ഒരു കരാർ എഴുതി ഒപ്പിട്ട ശേഷമാണ് ഈ സംഭവം ഞങ്ങൾ പിരിച്ചുവിട്ടത്. ഇന്ന് ഇതിന് പല മുനമ്പത്തി വീടിന്റെ കഥ പറഞ്ഞ മാതിരി പല ആളുകളും ഇതിന് പിന്നിൽ ഞങ്ങളാണ് നടത്തിയതെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ സത്യാവസ്ഥയാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. ഇതാർക്ക് വേണമെങ്കിലും ഏത് സമയവും തെളിയിക്കാനും അന്നത്തെ കൺവീനർ എന്ന നിലക്ക് കുഞ്ഞിക്കോയ മാഷ് തയ്യാറാണെന്ന് നിസ്വാർത്ഥരായ മുൻകാല പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചറിഞ്ഞ വളർച്ചയില്ലാതെ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 14 പണ്ഡിതന്മാർ സ്റ്റേജിലെത്തി. ഏറ്റവും നന്നായി സമർത്ഥമായി ആകർഷകമായി മനസ്സുകളിലേക്ക് എറിഞ്ഞുകൊടുക്കാൻ പറ്റുന്ന യുവ പണ്ഡിതൻ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിപ്പദം അലങ്കരിക്കുന്ന ബഹുമാന്യനായ CP ഉമർ സുലമി. ചരിത്രത്തിൽ ഒരു സെക്കൻഡിൽ പോലും തൗഹീദിൽ വെള്ളം ചേർക്കേണ്ടി വന്നിട്ടില്ലാത്ത CPക്കും കൂട്ടർക്കും വ്യതിയാനമേശ ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ MM വേങ്ങര നിങ്ങൾ ആ സൈറ്റിൽ നിന്ന് അത് കൊടുത്താലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മുടെ സൈറ്റിൽ നിന്നുള്ള ലൈവങ്ങൾ ഒന്ന് കൊടുക്കുമോ? അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നത്. ഇപ്പൊ ഇടയ്ക്ക് കട്ടാക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. ഒന്ന് നോക്കൂ, സൈറ്റിലില്ലേ? ഏതായാലും ക്ഷമിക്കാൻ ഇൻഷാ അല്ലാഹ് ശരിയായിക്കോളും. അദ്ദേഹം ഇപ്പോൾ DC ആയി വരുന്നുണ്ട്. എന്തായിരുന്നാലും ഇപ്പോ പ്രസംഗം കഴിഞ്ഞത് നമ്മുടെ PV കുഞ്ഞിക്കോയ മാസ്റ്ററാണ്. അദ്ദേഹം കൊട്ടപ്പുറം സംവാദത്തിൽ ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا وأنزلا سكينة علينا وثبت الأقدام إن لاقينا والمشركون قد بغوا علينا وإن أرادوا فتنة أبينا
പണ്ഡിതന്മാരെ, ഇസ്ലാമിക പ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സഹോദരികൾ, 30 കൊല്ലം മുമ്പ് കഴിഞ്ഞ കൊട്ടപ്പുറം സംവാദം അതിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ ഞാൻ അന്ന് ചൊല്ലിയ പദ്യശകലങ്ങളാണ് ബൈത്തുകളാണ് ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഞാനന്ന് സന്തോഷത്തോടുകൂടിയും സംതൃപ്തിയോടുകൂടിയും അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ഓർക്കുകയായിരുന്നു. കാരണം മറുഭാഗത്ത് സ്റ്റേജിൽ നിന്ന് മറ്റൊരു പദ്യം ഉയർന്നുവന്നു. ആ പദ്യത്തെ ഞാൻ ഈ പദ്യം കൊണ്ടാണ് നേരിട്ടത്. പക്ഷെ നേരിടുമ്പോൾ ബുദ്ധിയുള്ളവർക്കും ഇസ്ലാമിന്റെ പ്രാഥമിക പാഠങ്ങൾ അറിയുന്നവർക്കും മനസ്സിലാക്കാം ഈ രണ്ട് കക്ഷികളും എവിടെ നിൽക്കുന്നു എന്ന്. കാരണം ഒന്ന് സഹാബാക്കറാം റളിയല്ലാഹു അൻഹും സന്നദ്ധഘട്ടത്തിൽ ചൊല്ലിയ ആ പദ്യശകലങ്ങൾ സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ് ഞാൻ ചൊല്ലിയ പദ്യം. മറ്റൊരു പദ്യം കായൽ പട്ടണത്തുകാരൻ ഏതാ സദഖത്തുള്ള എന്ന് പറഞ്ഞ ഒരു പുലവർ മുസ്ലിംകളുടെ ശിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി കുത്തുബിയത്ത് എന്ന് പറഞ്ഞ് ഒരു ക്ഷുദ്രഗതി പ്രചരിപ്പിക്കുകയുണ്ടായി. ആ കുത്തുബിയത്തിലെ ശിർക്കിന്റെ ഏറ്റവും പരമാവധി ശിർക്കിന്റെ പാരമ്യത്തിലെത്തിയ പദ്യശകലമായിരുന്നു മുസ്ലിയാർ ആവർത്തിച്ചു ചൊല്ലിയത്. അതിന് മറുപടിയാണ് സഹാബത്തിയല്ലേ തൗഹീദിന്റെ പദ്യം കൊണ്ട് ഞാൻ നേരിട്ടത്. അതുകൊണ്ട് തന്നെ ശിർക്കിന്റെ ഭാഗത്ത് ആരാണ്, തൗഹീദിന്റെ ഭാഗത്ത് ആരാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ എന്തായിരുന്നു അപ്പുറത്തുള്ള മുസ്ലിം വാദം അവതരിപ്പിച്ചുകൊണ്ട് ഹംദുൽ സലാത്തൊക്കെ ചെല്ലിയതിനു ശേഷം ഒരു പ്രാർത്ഥന ചെല്ലും. കാരണം ഒരു പ്രതിയോഗികളെ നേരിടാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കുമല്ലോ, ആരും പ്രാർത്ഥിച്ചു പോകും. മക്കത്തെ മുശ്രിക്കുകളും പ്രാർത്ഥിച്ചിരുന്നു. ബദറിൽ പ്രതിയോഗികളെ കണ്ടുമുട്ടുമ്പോൾ മക്കത്തെ മുശ്രിക്കുകൾ അബൂജഹലും കൂട്ടിലും പ്രാർത്ഥിച്ചത് അല്ലാഹു റബ്ബ ഹാദൽ ബൈത്ത് എന്ന്, ഈ കാബത്തിന്റെ ബൈത്തിന്റെ ഉടമയായ നാഥാനായ അല്ലാഹുവേ, ഞങ്ങൾ രണ്ട് വിഭാഗത്തിൽ ആരാണോ ഏറ്റവും ഉത്തമൻ അവരെ സഹായിക്കണേ, അവരെ രക്ഷിക്കണേ എന്ന്. അപ്പോൾ മക്കത്തെ മുശ്രിക്കുകൾ ഒരു സന്നിഗ്ധഘട്ടത്തിൽ വരുമ്പോൾ സൃഷ്ടാവായ റബ്ബിനെ വിളിച്ചാണ് പ്രാർത്ഥിച്ചിരുന്നത്. കാരണം റബ്ബാണോ രക്ഷിക്കേണ്ടത്. ഇത് മക്കത്തെ മുശ്രിക്കുകളുടെ വിശ്വാസമാണ്. ഖുർആൻ എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. വഇദാ അശിയഹും മൗജുൻ കല്ലുലലി ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. സമുദ്രത്തിൽ യാത്ര ചെയ്യുമ്പോൾ തിരമാലകൾ കാറ്റും കോടും അവരുടെ നാലുപുറം വന്ന് തിരമാലകൾ അവരെ വലയം ചെയ്താൽ ആരെ വലയം ചെയ്താൽ ആരെയുമല്ല മക്കത്തെ മുശ്രിക്കുകളെ വലയം ചെയ്താൽ ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് മാത്രം അവർ പ്രാർത്ഥിച്ചിരുന്നു. ഇതാണ് മുശ്രിക്കുകളുടെ ശൈലി. ഈ പ്രാർത്ഥനയാണ് ഇസ്ലാമിന്റെ ഏറ്റവും ശത്രുവായ അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത്, പിന്നീട് മുസ്ലിമായ ഇക്രിമത്ത് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിലേക്ക് വരാൻ ഒരു കാരണമായി തീർന്നത്. കാരണം സന്നിഗ്ധ ഘട്ടങ്ങളിലെല്ലാം പടച്ചോനെ വിളിച്ചാണല്ലോ പ്രാർത്ഥിക്കുക. ബദറിൽ പോയപ്പോൾ അബൂജഹൽ ചെയ്തത് അങ്ങനെയാണ്. അത് മാത്രമല്ല, ബദറും വഹദും അഹ്സാബും എല്ലാം കഴിഞ്ഞ് മക്ക ഫത്ഹുമായപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, ഇനി ഇവിടെ ഇദ്ഹബു അൻതും തുലഖാ, നിങ്ങൾ പോകാം, നിങ്ങൾ സ്വതന്ത്രരാണ്. പക്ഷേ അടിച്ചേൽപ്പിക്കില്ല, ഇസ്ലാമിൽ വിശ്വാസം അടിച്ചേൽപ്പിക്കില്ല. ഏതൊരു കാര്യത്തിൽ അങ്ങനെയാണ്. പരിശുദ്ധ ഖുർആനിലെ ആഴമായത്ത്, ഏറ്റവും മഹത്വമേറിയ ആയത്ത് തൗഹീദ് വിവരിക്കുന്ന ആയത്തുൽ കുർസിയാണ്. അതുകൊണ്ടാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഏതാണ് ഖുർആനിലെ ഏറ്റവും മഹത്വമായ ആയത്ത് അറിയാമോ? അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റസൂൽ അള്ളാഹ്ക്കറിയാം, റസൂലിനറിയാം, എന്നല്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പിന്നെയും അവർക്ക് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ അറിയിച്ചെന്ന ശരിയാവോ എന്ന നിലക്ക് ആയത്തുൽ കുർസിയാണ് എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അബൂ മുൻകർ, അദ്ദേഹത്തിന്റെ മുൻകറിന്റെ പിതാവെ ബഹുമാനത്തോട് പറഞ്ഞുകൊണ്ട് പറയണം, നിങ്ങൾ വിജ്ഞാനത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ആയത്തുൽ കുർസിയാണ് ഏറ്റവും
മഹത്വമേറിയ ആയത്ത് തൗഹീദ് എന്താണെന്ന് വിവരിക്കുന്നതാണ്. എന്നിട്ട് ആ ആയത്തെന്ന് പറഞ്ഞാൽ പിന്നെ ശേഷം നേരെ താഴെ അള്ളാഹു പറയുന്നതെന്ന് അറിയാമോ? ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. മതത്തിൽ ബലാത്കാരമല്ല. സന്മാർഗവും ദുർമാർഗവും വ്യക്തമായി കഴിഞ്ഞു. ഇതൊക്കെ ഇവർക്കൊക്കെ ഇഷ്ടമുള്ളവർ തെരഞ്ഞെടുക്കട്ടെ, ആരും അടിച്ചേൽപ്പിക്കുന്നില്ല. അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മക്ക വിജയത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ മർദ്ദനങ്ങൾ ഏറ്റ് ഹിജറ പോയി എല്ലാം താഴ്ച സഹിച്ച് ഇപ്പോൾ വിജയിച്ചു വന്നപ്പോൾ നിങ്ങൾക്കിത് സ്വന്തമാണ് ആരോ പാട്ടിൽ വിടുകയാണ് ചെയ്തത്. അബൂജഹലിന്റെ മകന് പോയി കിലിമത്ത്, ഇനി ഈ നാട്ടിൽ നിൽക്കുന്നില്ല. കാരണം ഇവിടുത്തെ വിഗ്രഹങ്ങളെല്ലാം പഴയ തൗഹീദിന് വേണ്ടി അള്ളാഹുവിന് മാത്രം ആരാധിക്കാൻ വേണ്ടി ആദ്യം ഉണ്ടാക്കിയ ദേവാലയമാണ് പരിശുദ്ധ കഅബാലയം. ആ ദേവാലയത്തിന്റെ പരിസരത്ത് ഇന്ന് ഒരുപാട് വിഗ്രഹങ്ങളും പ്രതിമകളും പ്രതിഷ്ഠിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും രണ്ടുപേരും കൂടിയാണ് കെട്ടിപ്പടുത്തുണ്ടാക്കിയത്. അവരുടെയും വിഗ്രഹങ്ങൾ കഅബത്തിനടുത്തുണ്ട്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ. മക്ക ഫതഹോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അകലെ നിന്നുകൊണ്ട് പറഞ്ഞു, അതെല്ലാം അവിടുന്ന് താഴെ എടുത്തു മാറ്റിയാലല്ല ഞാൻ അങ്ങോട്ട് പ്രവേശിക്കില്ല. ഒക്കെ ഓരോന്ന് എടുത്തു മാറ്റി. കഅബത്തിന്റെ ഉള്ളിൽ 2 റക്അത്ത് നമസ്കരിച്ച് പുറത്തു വന്നിട്ട് പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട്, അലി ഒക്കെ ശരിയാക്കി ഞാനോട് വന്നു, ഇനി നമ്മൾ കാണാത്ത ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ, അതുകൊണ്ട് ഒന്ന് നടന്നു നോക്കണം പരിശുദ്ധ കഅബാലയത്തിന്റെ പരിസരത്ത്. എന്നിട്ട് വസിയത്ത് ചെയ്തു, അല്ലാ തദാ തിംസാലൻ ഇല്ലാ കസർതഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. ഒരു പ്രതിമയും ഇത് തട്ടി തകർക്കാതെ വിട്ടേക്കരുത് കേട്ടോ. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു പോയിട്ട് ഒരു പ്രതിമ നീക്കം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് ഇനി രാഗത്ത് ആർക്കും നീക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി അത് ഇവിടെ ബാക്കി വെക്കാൻ പാടില്ല. ഈ ബിംബങ്ങളെ പോലെ തന്നെയാണ് ഉയർത്തപ്പെട്ട ഖബറുകൾ. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൂടിയാണ് ഉദ്ധരിക്കുന്നത് ആ സംഭവം. ഈ വിഗ്രഹങ്ങൾ എങ്ങനെയാണോ അതുപോലെയാണ് ശരിക്കും പൊന്തിച്ച് ഉയർത്തിയ ഖബറുകൾ. അതുകൊണ്ട് ആ ഖബറുകളെ സംബന്ധിച്ച് അലിയുടെ വസിയത്ത് ചെയ്തു, വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. ഉയർന്നു നിൽക്കുന്ന വല്ല ഖബറുമുണ്ടെങ്കിൽ ആ ഖബർ തട്ടി നിരത്തി സമമാക്കാതെ വിട്ടേക്കരുത് കേട്ടോ. ആ വസിയത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചത്. അലി റളിയല്ലാഹു അൻഹു അതൊക്കെ നടപ്പിലാക്കി. അവിടുത്തെ വിഗ്രഹങ്ങൾ അവിടെ എടുത്ത് മാറ്റി തട്ടി തകർത്തു. ഇനി അവിടെ ഏതെങ്കിലും കുറ്റിപ്പൊന്തിന് മറ്റൊക്കെ ഉള്ളതൊക്കെ അതേ പ്രകാരം ബിംബം പോലെ തന്നെ പൊന്തി നിൽക്കുന്ന ആറങ്ങളും ഖബറുകളെല്ലാം തട്ടി തകർത്ത് ശുദ്ധ്യമാക്കി. പക്ഷെ ആരെയും അടിച്ചേൽപ്പിച്ച ഇത് തൗഹീദിന്റെ നാടാണ്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് എടുക്കാൻ വേണ്ടി ആദ്യം ഉണ്ടാക്കിയ പള്ളിയാണല്ലോ. അതായത് പൂർവ്വസ്ഥയിലേക്ക് യഥാർത്ഥ സത്യാവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. വലിയ ആരാധകരോട് പറഞ്ഞു, നിങ്ങൾ സ്വതന്ത്രരാണ് പോകാൻ, നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ അബൂജഹലിന്റെ മകൻ ഇക്രിമത്തും അവിടുന്ന് പോയി. കാരണം അദ്ദേഹത്തിന് ഒരിക്കലും ഇസ്ലാം പദവി തൗഹീദ് സ്വീകരിച്ചുകൂടാ. അങ്ങനെ പോകുമ്പോൾ അദ്ദേഹം കടലിൽ കപ്പൽ കയറി പോവുകയാണ്. പോകുന്ന സമയത്ത് കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴാണ് കപ്പലിന്റെ കാറ്റുമ്പോഴൊക്കെ വന്ന് ഈ പായക്കപ്പലുണ്ട് അതിൽ നാടി വലയാൻ തുടങ്ങി. പൊന്തുന്നു, ആടുന്നു, അലയുന്നു. അങ്ങനെയൊക്കെ കപ്പിത്താൻ അപ്പോഴാണ് പറയുന്നത്, എന്റെ കയ്യിൽ വേറെ ആർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഇതാണല്ലോ മുഹമ്മദിന്റെയും കൂട്ടരുടെ അനുയായികളുടെ സന്ദേശം. അതിപ്പോൾ ഞാൻ ഈ പോകുന്ന അത് പറ്റുകയില്ല. എനിക്ക് വേറെയും ദൈവങ്ങളും രക്ഷകന്മാരുണ്ട്, അവരെന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പോണത്. പക്ഷെ ഈ യാത്രയിലും അവർക്ക് എന്നെ രക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ എന്തിനു പോകണം? ഞാനിതിന് അഥവാ രക്ഷപ്പെടുകയാണ്, തിരിച്ചു പോയിട്ട് ആ ആദർശം സ്വീകരിക്കുകയാണ് ഇക്രിമത്ത് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തി. അദ്ദേഹം തിരിച്ച് മക്കയിലേക്ക് തന്നെ പോന്നു. അദ്ദേഹം മുസ്ലിമായി. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു എന്നപ്പോ നമ്മൾ പറയുന്ന അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത്. അപ്പൊ ഈ എന്താണ് കാരണം? സന്നിഗ്ധ ഘട്ടത്തിൽ അള്ളാഹു അല്ലാതെ വേറെ രക്ഷകന്മാരാരും ഞങ്ങൾക്കില്ല എന്ന വിശ്വാസമാണ് മക്കത്തെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത്. അത് പ്രാവർത്തികമാക്കുകയാണ്. അത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. രക്ഷിക്കാൻ നമ്മൾ അള്ളാഹു മാത്രമേ ഉള്ളൂ. ഏത് സന്നിഗ്ധ ഘട്ടാലും പറഞ്ഞാലും അവിടെ അള്ളാഹുവെ രക്ഷിക്കുകയുള്ളൂ. അത് ബോധ്യം വന്നപ്പോൾ ശിർക്കിന് വേണ്ടി തൗഹീദിന്റെ നാട്ടിൽ നിന്ന് എതിരെ പോകാൻ തീരുമാനിച്ച ഇക്രിമത്ത് അത് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി വീണ്ടും തിരിച്ചു വന്നു. ഇപ്പോൾ തൗഹീദിന് വേണ്ടി വാദപ്രതിവാദം നടത്താൻ വന്ന മുസ്ലിങ്ങളോട് കേൾക്കുന്നതെന്നറിയാമോ? അള്ളാഹുവൽ ഞങ്ങളെ രക്ഷിക്കാൻ പോരാ, ഞങ്ങളെ രക്ഷിക്കാൻ വേറെ രക്ഷകനുണ്ട്, ഗൗസുല്ലാഹ് വേറെയുണ്ട്, മഹാരക്ഷകൻ. മഹാരക്ഷകന്റെ പേര് ഞങ്ങൾക്ക് അള്ളാഹുവിനേക്കാൾ വലിയ രക്ഷകൻ ഗൗസുല്ലാഹ് എന്നവരുടെ മഹാരക്ഷകൻ വേറെയുണ്ട്. ആ മഹാരക്ഷകനോട് ഞങ്ങളെ രക്ഷയിടുക. ബദറിലേക്കും വഹദിലേക്കും അഹ്സാബിലേക്കും സൈന്യങ്ങളിലേക്കും പോകുമ്പോൾ മക്കത്തെ മുശ്രിക്കുകൾ പടച്ചവനാണ് പ്രാർത്ഥിച്ചതെങ്കിൽ മുസ്ലിയാക്കന്മാർ പ്രതിയോഗികളുടെ സംവാദത്തിൽ നേടാൻ വേണ്ടി വിളിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന
യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി വഹീറൻ അലൽ അഅദാഇ ബിൽ മദദി മുദീറ ഇർളി വഖുദ് ബിയദി ബനാ മദദി ഖാലിഫത്തല്ലാഹി ഫീനാ മുഹിയ്യദ്ദീനി യാ മുഹിയ്യദ്ദീനി യാ മുഹിയ്യദ്ദീനി വിളിച്ചു പറയണം. അപ്പൊ അവിടെ എന്തായി പറയുന്നത്? ശിർക്ക് ഇതിനേക്കാളും വലിയ ശിർക്കില്ല. പക്ഷെ ആ ശിർക്കിന്റെ മുന്നിൽ വേറെ ഒന്നും കൂടി ചെയ്യേണ്ടതുണ്ട്. ശിർക്കിന്റെ ഏറ്റവും പരമാവധി ശിർക്ക് ചെയ്യണം. നമ്മുടെ മുസ്ലിയാക്കന്മാർ ഇവിടുത്തെ മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുന്ന ശിർക്കിന്റെ ഏറ്റവും വലിയ പരമാവധി ശിർക്ക് എന്താണെന്നറിയാമോ? അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പ്രത്യേക സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങളൊരു വിഷയത്തിൽ ഖൈർ ചോദിക്കുമ്പോൾ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് റബ്ബിനോട് ഖൈർ ചോദിക്കണം. ഖൈർ ചോദിക്കാനുള്ള നമസ്കാരമാണ്, ഇസ്തിഖാറത്തുള്ള നമസ്കാരമാണത്. 2 അതുകൊണ്ട് ഈ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയോട് ഗൗസുൽ ആലമിനോട് ദുആ ചെയ്യുന്നതിന് മുമ്പ്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് 12 റക്അത്ത് നിസ്കരിക്കണമെന്നാണ് അതിന്റെ ഉപാധിയായി പറയുന്നത്. بعد الصلاة 12 من ركعة مع الفواتح والإخلاص بالخضعة ومن ينادي اسمي ألفا بخلوته سرما لأثبته أزما لغفوته عجبته مسرعا من أجل دعوته فليدعو يا عبد القادر محي الدين. ഇതാണ് നമ്മുടെ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന ഷിർക്കിന്റെ ഏറ്റവും വലിയ അങ്ങേയറ്റത്തെ ഷിർക്ക്. മുസ്ലിമീങ്ങളെ മുശ്രിക്കുകളാക്കാൻ നമ്മുടെ മുസ്ലിയാക്കളുടെ കുന്തമാണിത്. 12 റക്അത്ത് നിസ്കരിക്കണം നിങ്ങൾ എന്നാ പറയുന്നത്. ബാദ സ്വലാത്ത് ദിനത്തെ അശറത്തുണ്ടക്ക മാൽ ഫവാത്തിഹി വൽ ഇഖ്ലാസ് ബിൽ ഖലാ. നിങ്ങൾ 12 റക്അത്ത് നിസ്കരിക്കണം ഒറ്റയ്ക്ക്. അതിൽ ഇഖ്ലാസും ഫാത്തിഹയും നിങ്ങൾ ഓതണം. തൗഹീദ് ചൊല്ലിയിട്ട് ഷിർക്ക് ചെയ്യണം. അത് എന്തിനു വേണ്ടി? അള്ളാഹിനോട് ദ്വാർക്കാനല്ല. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ വിളിച്ച് ദ്വാർക്കണം. അതെങ്ങനെ വിളിക്കണം? ഒറ്റയ്ക്ക് നിന്ന് വിളിക്കണം, 1000 വട്ടം. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. മുസ്ലിം സാധാരണക്കാർക്ക് ഇത് അറിയില്ല. ബഅദ സ്വലാത്ത് ഹിനത്തെ എന്ന് പറഞ്ഞിട്ട് ഒമൻ യുനാദി ഇസ്മി അൽഫൻ ബിഖൽവതിഹി ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി പഠിപ്പിക്കാണ്. ആരെങ്കിലും ഒറ്റയ്ക്കിരുന്ന് എന്റെ പേര് 1000 വട്ടം ഉരുവിട്ടാൽ, വിളിച്ചാൽ 1000 വട്ടം നാമം ജപിക്കണം. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ അയോധ്യയിലെ ശ്രീരാമന്റെ രാമനാമം ജപിക്കുന്ന കേട്ടില്ലേ? രാമ 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 സീത എന്ന് പറഞ്ഞത്. ഇതുപോലെ യാ ഗൗസ് മുഹീദ്ദീൻ 1000 വട്ടം നാമം ജപിക്കണം. എങ്കിൽ ഞാൻ ഉത്തരം ചെയ്യാമെന്ന് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ പേര് കളവ് വെട്ടിച്ചമച്ച് പറയാണ്. അദ്ദേഹം അതിന് ഉത്തരവാദിയല്ല. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഇതിന് ഉത്തരവാദിയല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ബിംബ അവിടെ എടുത്തു മാറ്റി ഞാൻ പറഞ്ഞല്ലോ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഉത്തരവാദിയല്ലല്ലോ. വിഗ്രഹങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിഗ്രഹങ്ങളെ തട്ടടച്ച് കാണിച്ചു കൊടുത്ത തൗഹീദിന്റെ വക്താവാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ മുശ്രിക്കുകൾ ബിംബം വെച്ചു. അതുപോലെ തന്നെ നിർജീവമായ സമൂഹം അബ്ദുൽ ഖാദിർ അദ്ദേഹം പണ്ഡിതനായിരുന്നു. അദ്ദേഹം പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തി. അങ്ങനെ സജീവമായി തീർത്തപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനപ്പേര് നൽകിയാണ് മുഹീദ്ദീൻ, ദീൻ ഹയാത്താക്കിയ ആള് എന്ന്. ആ മഹാന്റെ പേരിലാണ് ഇത് ഉണ്ടാക്കി പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ ഒറ്റയ്ക്ക് അദ്ദേഹം യാ ഗൗസ് യാ മുഹീദ്ദീൻ എന്ന ഈ പേര് ആരിട്ടതാ? അദ്ദേഹത്തിന് ഉമ്മ ഇട്ടതോ വാപ്പിട്ടതോ അല്ലെങ്കിൽ സമുദായം നൽകിയതോ എന്നല്ല. അത് അള്ളാഹ് എന്നാണ് വിളിച്ചത്. യാ ഗൗസുൽ ആലം എന്ന് അള്ളാഹ് വിളിച്ചോവാർന്നാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ രക്ഷക എന്ന് അള്ളാഹ് വിളിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. അള്ളാഹ് എപ്പോഴാ വിളിച്ചത്? എവിടെ വിളിച്ചത്? ആരത് വിവരം കിട്ടി? കോഴിക്കോട്ടെ കാലിയർക്ക്. കോഴിക്കോട്ടെ കാലിയറാണല്ലോ ഉണ്ടാക്കിയത്, നല്ല മൊയിലാറാണ്. കോഴിക്കോട്ടെ കാലിയർ എഴുതിണ്ടാക്കിയതാണത്. യാ ഗൗസുൽ ആലം എന്ന് അള്ളാഹ് വിളിച്ചു എന്നുള്ള വഹി ഇയാൾക്ക് എവിടെ കിട്ടിയത്? അള്ളാഹുവിന്റെ കിതാബ് അവസാനത്തിന്റെ പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിലുണ്ടോ അബ്ദുൽ ഖാദിർ ജീലാനിക്ക് ഗൗസുൽ ആലം എന്ന് അള്ളാഹ് പേരിട്ടിരിക്കുന്നു എന്ന്? അതല്ലെങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മറന്ന കാര്യം പറഞ്ഞാൽ നമുക്ക് അള്ളാഹുവിന്റെ വഹി കിട്ടിയാൽ നമുക്ക് വിശ്വസിക്കാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും സ്വീകാര്യമായ ഹദീസിലുണ്ടോ ഇനി ജനിക്കാൻ പോകുന്ന അബ്ദുൽ ഖാദിർ മഹാരക്ഷകനാണ്, ഗൗസുൽ ആലമാണ് പേര് എവിടെയെങ്കിലും ഹദീസിലുണ്ടോ? ഇല്ല. നമ്മുടെ മുസ്ലിയാക്കന്മാർക്ക് അള്ളാഹിനെ പറ്റിയോ അതേപ്രകാരം മുഹമ്മദ് നബിയെ പറ്റിയോ ഇല്ലാത്ത കളവ് കിട്ടി പറയാൻ ഒരു മടിയുമില്ല. അതാണ് അള്ളാഹുവിനെ പറ്റി ഒരു കളവ് കെട്ടി ചമച്ചതിനേക്കാൾ അക്രമികൾ ആരാണുള്ളത് ലോകത്ത്? പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. അങ്ങനെ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിക്ക് ഗൗസുൽ ആലമിന് പേരിട്ടിരിക്കുന്ന അള്ളാഹ് എന്ന് അദ്ദേഹം വിളിച്ചു. ആ ഗൗസുൽ ആലമിനെയാണ് വിളിക്കുന്നത്.
ആ ഔസലാം വിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ 1000 വട്ടം ഒറ്റയ്ക്കിരുന്ന് വിളിക്കുന്നു. എന്നാൽ വേഗം ഉത്തരം കിട്ടുമെന്നാണ് വിശ്വാസം. ആ വിശ്വാസം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉത്തരം കിട്ടുമോ? അങ്ങനെ ഉത്തരം തരാൻ അള്ളാഹ്ക്കല്ലാത്ത ഇലാഹിനല്ലാത്ത വേറെ ആർക്കെങ്കിലും സാധിക്കോ? ഖുർആൻ നമ്മോട് ചോദിക്കുകയാണ്, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദാഹു വയക്ഷിഫു സ്സൂഅ വയജഅലകും ഖുലഫാഅൽ അർള് അഇലാഹും അല്ലാഹ് ഖലീലം മാ തദക്കറൂൻ. 5-6 ചോദ്യങ്ങളോട് ആരാ ഇലാഹ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ആരാ ഇലാഹ് എന്ന് പഠിപ്പിക്കുകയാണ്. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദാഹ്, ഒരു വിഷമഘട്ടത്തിലകപ്പെട്ടവൻ, ഒരു പ്രതിസന്ധിയിലകപ്പെട്ടവൻ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആരാണ് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നവൻ? വയക്ഷിഫു സ്സൂഅ, അവന്റെ പ്രതിസന്ധി, അവന്റെ വിഷമം അത് പരിഹരിച്ചു കൊടുക്കുകയും നീക്കി കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉത്തരം ചെയ്ത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്ത്, പ്രതിസന്ധികൾ തരണം ചെയ്ത് കൊടുക്കും, വിഷം പരിഹരിക്കും. ആർക്കാണ് സാധിക്കുക? ആരാണ് അങ്ങനെ ഉത്തരം ചെയ്യുന്നവൻ? അത് മാത്രമല്ല, വയജഅലകും ഖുലഫാഅൽ അർള്, അവൻ ഭൂമിയിലെ പ്രതിപുരുഷന്മാരാക്കി ഓരോ തലമുറകളാക്കി തീർക്കുന്ന സമൂഹമാക്കി വെച്ചിരിക്കുന്നു. ഒരു തലമുറയ്ക്ക് മാത്രമല്ല, മുമ്പ് കഴിഞ്ഞു പോയ തലമുറ വിളിച്ചപ്പോൾ അവർക്ക് ഉത്തരം ഇരിക്കിടക്കുകയും നാളെ വരാനിരിക്കുന്നത് നമ്മൾ വിളിച്ചാലും ഉത്തരം ചെയ്യുന്നു. തലമുറകളായി പോകുന്ന ഈ സമൂഹത്തിന് അവരുടെ വിഷമങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നവൻ ആര്? അടുത്ത ചോദ്യം, ഇലാഹും അല്ലാഹ്, അള്ളാഹുവിന്റെ കൂടെ വല്ല ഇലാഹും അങ്ങനത്തെവരുണ്ടോ? അത് അള്ളാഹു ഇലാഹാണ്, അവൻ ഉത്തരം ചെയ്യും. അള്ളാഹു അല്ലാത്ത വല്ല ഇലാഹും ഉത്തരം ചെയ്യുന്നുണ്ടോ? ഇലാഹിലാണ് ഉത്തരം ചെയ്യാൻ സാധിക്കുക. അതെ, അങ്ങനെ ഉത്തരം ചെയ്യുന്നവൻ ഇലാഹാണ്, അതാ പഠിപ്പിക്കുന്നത്. അങ്ങനത്തെ വല്ല ഇലാഹുമുണ്ടോ? ഉണ്ട് എന്ന് നമ്മുടെ മുസ്ലിയാക്കന്മാർ മുസ്ലിമുകളെ പഠിപ്പിക്കുകയാണ്. ഇലാഹുണ്ട്. അതാരാണ് ഇലാഹ്? ഔസല്ലാഹ് മഹാരക്ഷകൻ, അദ്ദേഹം നമ്മുടെ ഇലാഹാണ്. പക്ഷെ ഇലാഹാണെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കില്ല. ഇലാഹിന്റെ കഴിവുണ്ടെന്ന് അവരേ ഉള്ളൂ, ഇലാഹിന്റെ പകരക്കാരൻ അവരേ ഉള്ളൂ. ഇലാഹാണെന്ന് പറയില്ല. ഇലാഹിന്റെ പകരക്കാരൻ ഇലാഹല്ലേ? എന്റെ പ്രതിനിധിയെ, ഞാൻ മനുഷ്യനാണെങ്കിൽ എന്റെ പ്രതിനിധി മനുഷ്യരായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാന്റെ പകരക്കാരനാണ് ഖലീഫത്തുല്ലാഹ് യാ മുഹയ്യിദ്ദീൻ, അള്ളാന്റെ പകരക്കാരനായ, അള്ളാഹുന്റെ പ്രതിനിധിയായ ദൈവമേ മുഹദ്ദി ശേഖ് എന്നാ വിളിക്കുന്നത്. ആ മുഹദ്ദി ശേഖ് അള്ളാന്റെ പകരക്കാരൻ, അള്ളാഹ്ക്ക് കൊടുക്കുന്നത് കണ്ടുകൊടുത്താൽ മതി. അള്ളാഹുന്റെ പകരക്കാരനാണ് ഖലീഫത്തുല്ലാഹ് എന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കുന്നത്. ഖലീഫത്തുല്ലാഹ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും അദ്ദേഹത്തെ ഇലാഹാക്കലാണ്, യാതൊരു സംശയവുമില്ല. അത് ഇലാഹാക്കലാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ 1000 വട്ടം വിളിക്കുമ്പോൾ ഒരു 100 വട്ടമോ 250 വട്ടമോ വിളിച്ചാൽ അതിന്റെ ഇടയിൽ കൂടെ ഒന്ന് പറയിപ്പിക്കും നമ്മളെ കൊണ്ട് നമ്മുടെ മുസ്ലിയാക്കാര്. എന്താണെന്നറിയാമോ? ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി. ആരെ വിളിച്ചത്? 1000 വട്ടം, ഇവിടെ 250 വട്ടം വിളിച്ചു. ആരെന്നറിയോ? 100 വട്ടത് ഇലാഹി എന്റെ മഖ്സൂദി, എന്റെ ഇലാഹേ നിങ്ങളാണ് എന്റെ ഉദ്ദേശം, അതുകൊണ്ട് നിങ്ങളുടെ തൃപ്തിയാണ് എന്റെ ലക്ഷ്യം. നോക്കൂ നിങ്ങൾ, ഇതിപ്പോ അറിയാതെ പറയിപ്പിച്ച് ഇലാഹാണെന്ന് പറയിപ്പിച്ച് മുസ്ലിമീങ്ങളെ ഇങ്ങനെ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ മുസ്ലിയാക്കന്മാരുടെ ഏറ്റവും വലിയ കുതന്ത്രമാണ് ഈ ഖുതുബിയ്യത്ത് റാത്തീബ്. അതാണ് ചെയ്യിപ്പിക്കുന്നത്. അതിന് ഖലീഫത്തുല്ലാഹ് പറയില്ല. അപ്പൊ അതുകൊണ്ട് ഈ ശുദ്ധകൃതിയിലെ ഈ ഈരടികൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി പ്രാർത്ഥന ഉദ്ധരിച്ചുകൊണ്ടാണ് മുസ്ലിയാരോട് വിഷയം അവതരിപ്പിച്ചത്. അതേ അവസരത്തിൽ യുദ്ധത്തിലേക്ക്, ഹൈബർ യുദ്ധത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ആ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രാർത്ഥന, അബ്ദുല്ലാഹിബ്നു റവാഹത്തിനെ പോലെ സഹാബികൾ, ആ സഹാബികൾ ചൊല്ലിയ പ്രാർത്ഥന, അതായത് സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്തത്. അതായിരുന്നു ഞാൻ അതിന് മറുപടി പറഞ്ഞു. നമുക്ക് ഈ രക്ഷകൻ വേറെ ഒന്നല്ല. അല്ലാഹുമ്മ ലൗലാ അന്ത മഹ്തദൈന വലാ തസദ്ദഖ്നാ വലാ സല്ലൈന. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ സന്മാർഗം പ്രാപിക്കില്ലായിരുന്നു, ഞങ്ങൾക്ക് ഹിദായത്ത് കിട്ടില്ലായിരുന്നു. ഈ തൗഹീദിലേക്ക് നീ ഞങ്ങളെ നയിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ തൗഹീദിൽ എത്തുകയില്ലായിരുന്നു റബ്ബേ. അതാണ് സഹാബത്ത് അവിടെ ചൊല്ലിയത്. അല്ലാഹുമ്മ ലൗലാ അന്ത മഹ്തദൈന, അല്ലാഹുവേ നീ ഇല്ലായിരുന്നെങ്കിൽ, നീ ഞങ്ങൾ ഹിദായത്ത് കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഹിദായത്ത് ഉണ്ടാവില്ല. വലാ തസദ്ദഖ്നാ വലാ സല്ലൈന, ഞങ്ങൾ നിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുകയോ നിനക്ക് വേണ്ടി നമ്മൾ നമസ്കരിക്കുകയോ ചെയ്യുമായിരുന്നില്ല. അത് നീ ഹിദായത്ത് തന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ശത്രുക്കളെ പ്രതിയോഗികൾ നേരിടാൻ പോവുകയാണ്. ആ സമയത്താണ് അവർ പറയുന്നത് അൻസിലൻ സക്കീനത്തൻ അലൈനാ
അല്ലാഹുവേ, ഞങ്ങൾക്ക് ശാന്തിയും സമാധാനം ഞങ്ങൾ മനസ്സിന് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്ക് ഭയമില്ല, പേടിയില്ല. കാരണം നീ ഞങ്ങളെ ശാന്തിയും സമാധാനം നൽകുന്നു. അതാണ് അൻസിലൻ സക്കീനത്തൻ അലൈന വസബ്ബിത്തിൽ അഖദാമ കൈന. ഇതാ ഞങ്ങൾ ഈ ശത്രുക്കളുമായി കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ കാൽപാദങ്ങൾ നീ ഉറപ്പിച്ചു നിർത്തണമേ നാഥ. അതാണ് സഹാബത്ത് അന്ന് ചൊല്ലിയത്. അത് മാത്രമല്ല, ഒന്നുകൂടി പറഞ്ഞു, മുശ്രിക്കീങ്ങളെ അപ്പുറത്തിരിക്കുകയാണ്. ഞാനും ആ സ്റ്റേജിലേക്ക് ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് ചൊല്ലിയത്. അതായിരിക്കുന്ന മുസ്ലിയാക്കളുടെ സ്റ്റേജിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ്. കാരണം യാ സയ്യിദി സറുദി എന്ന് പറഞ്ഞ് ചൊല്ലിയ ആ മുസ്ലിയാക്കിന് മുന്നിലിരിക്കുന്ന ആ മുസ്ലിയാക്കളുടെ സ്റ്റേജിലേക്ക് ചൂണ്ടിക്കൊണ്ട് തന്നെ ഞാൻ ചൊല്ലി. അൽ മുശ്രികൂന ഖദ് ബഗൗ അലൈനാ വഇന്നറാദൂ ഫിത്നതൻ ആബൈനാ. ഈ മുശ്രിക്കുകൾ ഫിത്ന ഉണ്ടാക്കുന്നവരാണ് ഇവിടെ. ഞങ്ങൾ ഈ തൗഹീദിന്റെ നിലകൊള്ളുമ്പോൾ ആ മുശ്രിക്കുകൾ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടിയാണ് മുശ്രിക്കുകൾ ഇരിക്കുന്നത്. മുശ്രിക്കൂന ഖദ് ബഗൗ അലൈനാ. അവൻ ഞങ്ങളോട് ധിക്കാരം പ്രവർത്തിക്കുന്നു, അതിക്രമം പ്രവർത്തിക്കുന്നു, മര്യാദയും നീതിയും അവർക്കില്ല. അതുകൊണ്ട് വഇന്നറാദൂ ഫിത്നതൻ, അവർ വല്ല ഫിത്നയും ഇവിടെ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ആ ഫിത്നയാണ് ഇവിടെ അവസാനം കണ്ടത്. ആ ഫിത്ന ഉദ്ദേശിക്കുകയാണെങ്കിൽ അബൈന, ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കില്ല. ഈ പദ്യം ഞാൻ ചൊല്ലിയപ്പോൾ എന്റെ പിന്നിൽ നിന്ന് എ പി അബ്ദുൽ മൗലവി പോലെയുള്ള ആലിമ്യങ്ങൾ അബൈന സഹാബികൾ അന്നും ആവർത്തിച്ച് പറഞ്ഞു, ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അവർ ഒന്നാഴ്ച ആവർത്തിച്ച് പറഞ്ഞു. ഇപ്പോൾ ഏത് ഭാഗത്താണ് മരിച്ചു പോയത് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് പറഞ്ഞത്. ഇനി ഒരു കാര്യം പറയട്ടെ, സംവാദങ്ങളെ പറ്റി പറയുമ്പോൾ ഇവിടെ സംവാദങ്ങൾ കോട്ടപ്പുറം പ്രതിവാദത്തിന്റെ 30-ാം വർഷം ആഘോഷിക്കണം എന്നും ഓർമ്മിക്കേണ്ടത് തന്നെയാണത്. കാരണം കോട്ടപ്പുറം വാദപ്രതിവാദത്തിന് ശേഷം അത്ര ബഹുജന പങ്കാളിത്തമുള്ളൊരു വാദപ്രതിവാദം കേരളത്തിൽ നടന്നിട്ടില്ല, നടക്കുമെന്ന് തോന്നുന്നുമില്ല. അതിന് മുമ്പ് പറഞ്ഞു നടന്നു. വാദപ്രതിവാദം ഇന്നും തുടങ്ങിയതൊന്നുമല്ല. ഈ വെല്ലുവിളി ആദ്യവിടെ കേരള മലബാറുകാർ പഠിപ്പിച്ചതറിയാമോ? അന്ന് ഫതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അദ്ദേഹം ഇവിടെ മലബാറിൽ വന്ന് ഇറക്കുമതി ചെയ്ത് വയലു ചെയ്യാൻ തുടങ്ങി. നല്ല ഭാഷയിൽ പ്രസംഗികൾക്ക് പണ്ട് മലബാറുകൾക്ക് ഈ ഏലക്ക അറിയുള്ളതുകൊണ്ട് ഏതെങ്കിലും ചെറിയൊരു വിഷയം ഇങ്ങനെ ഏലക്കത്തെ കൂടെ ഇങ്ങനെ കുറെ ബുർദിയും ചൊല്ലി അങ്ങനെ ചൊല്ലി അതാ പണ്ട് മലബാറിലെ മൊയ്ലിയന്മാർക്ക് അറിയുള്ളൂ. പക്ഷെ ഫതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ മലബാറിൽ വന്ന് നല്ല ഭാഷയിൽ ഇങ്ങനെ പ്രസംഗിച്ച് അതിന്റെ ഇടയിൽ കൂടെ ഇവിടെ ഏറ്റവും വലിയ ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കാൻ അദ്ദേഹം നല്ലത് വഹാബികളെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെല്ലുവിളിക്കലാണ്. പക്ഷെ വെല്ലുവിളിച്ചാൽ അയാളുടെ സ്വഭാവം എന്നറിയാമോ? അയാൾ നല്ലോണം നോക്കിയിട്ട് സദസ്സ് പിടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അയാൾ വെല്ലുവിളിക്കുള്ളൂ. കാരണം അയാൾ എന്ത് പറഞ്ഞാലും ശരി, ഒരു സലാത്ത് ചൊല്ലിയാൽ, ഒരു തെക്കുബീർ വിളിച്ചാൽ സദസ്സ് ഒന്നായിട്ട് അയാൾക്ക് വേണ്ടി അളഞ്ഞിട്ട് ആ വെല്ലുവിളിച്ച് എന്ന് ഉറപ്പ് തോന്നിയാൽ അയാൾ വെല്ലുവിളിക്കുള്ളൂ. വടകര അവരൊക്കെ വന്ന് വെല്ലുവിളിച്ചപ്പോൾ അവിടെ ഒരു മുജാഹിദ് ഒരൊറ്റ അറബി അധ്യാപകനാണ് ഉണ്ടായിരുന്നത്. അയാൾ വെല്ലുവിളിച്ചു. ഫതി അബ്ദുൽ ഖാദിർ മുസ്ലിം മഹാസമ്മേളനത്തിൽ ഇവിടെ ഉണ്ടോ, വഹാബികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് വരികയാണ്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നവർ, പ്രാർത്ഥന അള്ളാഹുവിനോടേ പാടുള്ളൂ, വേറെ അള്ളാഹു അല്ലാത്ത പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വഹാബി ആരെങ്കിലും വരണം, സ്റ്റേജിലേക്ക് വരണം എന്ന് പറഞ്ഞു. സ്റ്റേജിലേക്ക് കയറി ചെന്നു. ഒരൊറ്റ അറബി അധ്യാപകനാണുള്ളത് അദ്ദേഹം. അത് സ്റ്റേജിലേക്ക് കയറി ചെന്നു. മഹാസദസ്സിൽ അദ്ദേഹം ഒറ്റയ്ക്ക് സ്റ്റേജിലേക്കാണ് കയറി ചെന്നു. ചോദിച്ചു, എന്തേ നിങ്ങൾ പറഞ്ഞത് എതിർക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്? അത് അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആൻ ലക്ഷക്കണക്കിന് ആയത്തുകളുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ മനസ്സിലാക്കാണ്, നിങ്ങളെ വെല്ലുവിളി ഞാൻ നേരിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അയാളോട് ചോദിക്കാണ്, നിങ്ങൾക്ക് ഇസ്ലാം കാര്യം എത്രയെന്നറിയോ, ഈമാൻ കാര്യം എത്രയെന്നറിയോ, ഏതൊക്കെ ഇസ്ലാം കാര്യം? ഇയാളോട് ചോദിക്കാണ്, നിങ്ങൾക്ക് ഇസ്ലാം കാര്യം അറിയോ, ഈമാൻ കാര്യം അറിയോ എന്ന് ചോദിച്ചു. ഞാൻ അവിടെ ഇന്റർവ്യൂവിന് വന്നതല്ല, നിങ്ങളെ വെല്ലുവിളി നേരിടാമെന്നാണ് പറഞ്ഞയാള്. കാരണം അവര് പറഞ്ഞത് ഞങ്ങളെ ഇന്റർവ്യൂവിനല്ല വന്നത്, നിങ്ങളെ വെല്ലുവിളി നേടാനാണ് വന്നത്, അതിനാ വന്നത് എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് അല്ലാഹു അക്ബർ യാ നബി എന്ന് ചൊല്ലി. അപ്പോഴെല്ലാവരും അടി വന്നു. മൊലിക്ക് ഒന്നിന് അടിയാ 4 പറഞ്ഞു ഒന്നായിട്ട് അടി. പിന്നെ ഏതോ ചില ബുദ്ധിയുള്ളവർ അദ്ദേഹത്തെ ഒന്നായിട്ട് ഇങ്ങനെ ശരീരം കവുന്നു കിടന്ന് അദ്ദേഹത്തിനെ ഉള്ളിലാക്കി രക്ഷപ്പെടുത്തി കൊണ്ടുപോയി അവിടെ നിന്ന്. ഇതാണ് വെല്ലുവിളിയുടെ സ്വഭാവം, ഫതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെ വെല്ലുവിളിയുടെ സ്വഭാവം. പക്ഷെ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇറക്കും. തിരൂർ വന്ന് വെല്ലുവിളിച്ച് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വഹാബികളെ കൊല്ലണം, അവിടെ വെറുതെ വെക്കാൻ പറ്റില്ല, വഹാബികളെ കൊന്നാൽ വലിയ കൂലിയുണ്ട്. ഇങ്ങനെ തിരൂര് അവിടെ നാട്ടിലെ എല്ലാ നിലക്കും കഴിവുള്ള ഒരാളുണ്ടായിരുന്നു. കുറച്ച് അഭ്യാസങ്ങളൊക്കെ അറിയുന്ന ആളാണ്. അദ്ദേഹത്തിന് കുറച്ച് തൗഹീദിന്റെ ഇതുണ്ട്. ഈ വെല്ലുവിളി കൊന്നാൽ കൂലി കിട്ടുന്ന വെല്ലുവിളിയുണ്ട്. അള്ളാഹുവോട് മാത്രം തോർന്ന അവനെ കൊന്നാൽ
കൂലി കിട്ടുന്നല്ല പറയുന്നത്. അയാൾ നേരെ സ്റ്റേജിലേക്ക് എറിഞ്ഞത് അരയുണ്ടായിരുന്ന വലിയൊരു കട്ടാരം ഡൗൺ സ്റ്റേജിലാണ് കൊടുത്തു. എന്തേ, ഞാൻ അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്നെ കൊന്നാൽ നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ ആദ്യത്തെ കൂലിയും. ഇയാൾ വിറച്ചോടെ ഇറങ്ങിപ്പോയി. അതാണ് അങ്ങനത്തെ ആൺകുട്ടികൾ ചെന്നാൽ ഇപ്പൊ ഇതുണ്ടാവൂല. കാരണം അതനുസരിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം ഓർക്കണവരെ കൊന്നാൽ കൂലി ഉണ്ടെന്നല്ല പറയുന്നത്. കാഫറിനെ കൊന്ന കൂലി സലാം പറയാൻ പാടില്ല, ഇവിടെ മടക്കാൻ പാടില്ല. ഒരെ കാഫറിനെ കൊന്ന കൂലി, ആ കൂലി നിങ്ങൾക്ക് ആദ്യം കിട്ടിക്കോട്ടെ. കത്തി ഊരിയിട്ട് അയാളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ നേരെ കത്തി ഊരി ഇങ്ങനെ ഇട്ട് കൊടുത്തു മേശപ്പുറത്തേക്ക്. നിങ്ങൾ ആദ്യം തന്നെയാണ് കൊന്നോളിയും. വിറച്ച് പിന്നെ വേഗം കൊണ്ടോണ്ടി വന്നു. മുല്ലൂർ ബാബു സാഹിബിന്റെ കഥയെ ഞാൻ പറയുന്നത്. അദ്ദേഹമാണ് കയറിച്ചത് സ്റ്റേജിലേക്ക്. അപ്പൊ അതാണ് പതി. അങ്ങനെ തന്നാൽ ഈ പതിയാണ് പിന്നെ പൂനൂർ വാദപ്രതിവാദം നടത്താമെന്നാണ് അറിയാലോ ഞങ്ങൾക്ക്. അദ്ദേഹം അലി മൗലവിയുമായി, നമ്മുടെ അബ്ദുസ്സലാം സുല്ലമിയുടെ പിതാവ് അലി മൗലവിയുമായി പൂനൂർ വെച്ചാണ് ഇതുപോലെ പിന്നെ ഒരു ബഹുജന വാദപ്രതിവാദം പങ്കാളിത്തോട് ബഹുജനങ്ങൾ പങ്കാളി നടത്തിയത്. അത് 3 സ്റ്റേജ്, ഒരേ ബിൽഡിങ്ങിന്റെ തലക്കൽ 3 സ്റ്റേജിൽ. ഒരു തലക്കൽ പതിയും കൂട്ടരും, ഒരു അലി മൗലവിയും സഹപ്രവർത്തകരും, നടുവിൽ കുറച്ച് മധ്യസ്ഥന്മാരും. സമയം നിശ്ചയിച്ചു. ചോദ്യം ചോദിക്കേണ്ടത്, ഉത്തരം പറയേണ്ടത് ആരാണെന്നുള്ളത് മാത്രം നിർദ്ദേശിച്ചില്ല. ഇന്ന സമയത്ത് തുടങ്ങണം എന്നാണ് സമയം. അന്നപ്പോൾ പതിയ ഇലാഹത്തി എന്ന് പറഞ്ഞ് എല്ലാ മരിച്ചവർക്കും ഫാത്തിഹ പാർസലാക്കാൻ തുടങ്ങി. അലി മൗലവി എഴുന്നേറ്റ് മുഹദ്ദീൻ ശൈഖ് കാക്കണേ, ബദരി നിങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വെച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ഖുർആനിലുള്ള തെളിവുണ്ടോ? അതാണ് ചോദ്യം. കാരണം ഖുർആനിലുണ്ടോ ഇല്ലേ എന്ന് ആദ്യം പറഞ്ഞിട്ട് വേണം ഞാൻ ഹദീസിലേക്ക് കടക്കാൻ. അങ്ങനെയുള്ള പ്രമാണങ്ങൾ അങ്ങനെയാണ്. ഒന്നാം പ്രമാണം പരിശുദ്ധ ഖുർആനാണ്. നമ്മുടെ ഇമാം പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിൽ ഉണ്ടോ ഇല്ലേ തീരുമാനിച്ചു കഴിഞ്ഞാൽ രണ്ടാം ചോദ്യം ഹദീസിലുണ്ടോ എന്നാണ്. അതിന് ഖുർആനിൽ ഉണ്ടോ ഇല്ലെന്ന് ആദ്യം പറയണ്ടേ. പക്ഷെ ചോദ്യം ചോദിച്ചപ്പോൾ ദുആയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പറയണമെന്നറിയാമോ? മൗലവി ആരാണ് ചോദിക്കേണ്ടത്? നിങ്ങളല്ല, ഞങ്ങളാണ് ചോദിക്കേണ്ടത്. അതുകൊണ്ട് ആ ചോദ്യം അസ്ഥാനത്താകുന്നു. ആ ചോദ്യം ശരിയായിട്ടില്ല. ആ ചോദ്യം അസ്ഥാനത്താകുന്നു. അങ്ങനെ ചോദ്യം അസ്ഥാനത്താകുന്നു എന്നൊക്കെ പ്രസംഗിച്ച് പതി അവിടെ ഇരുന്നാൽ അലിമലി വേറെ ഉടുക്കും തിരിയില്ല റഹ്മഹുല്ലാ. അദ്ദേഹം എഴുന്നേറ്റ് വീണ്ടും അതേ ചോദ്യം, അതേ ആ വാചകങ്ങൾ ആവർത്തിക്കുകയാണ്. കാരണം ജനങ്ങളുടെ മനസ്സിലായി ഇങ്ങനെ കിടക്കട്ടെ എന്നാണ് ആ ചോദ്യം. മുഹദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ഖുർആനിൽ വല്ല തെളിവുകളുമുണ്ടോ? വീണ്ടും അതേ ചോദ്യം. പതി വീണ്ടും പറയും ചോദ്യം അസ്ഥാനത്താണ്, ശരിയല്ല, ചോദ്യം ചോദിച്ചു ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കുറെ അങ്ങോട്ടും ഇങ്ങോട്ട് വാചാകസരത്ത് നടത്തും. അവിടെ ഇരിക്കും. ഈ വാചാകസരത്തിലേക്ക് കടന്ന അതിന്റെ പിന്നാലെ പോകും. അതറിയാതെ വാദപ്രതിവാദത്തിന്റെ വലിയൊരു പോയിന്റാണത്. കാരണം എന്തെങ്കിലും പറഞ്ഞ അതിന്റെ പിന്നാലെ പോയാൽ വിഷയത്തിന് പോകുമല്ലോ. അപ്പൊ അതുകൊണ്ട് വിഷയത്തിന് വ്യതിചലിക്കാതെ മർഹൂം അലി മൗലവി റഹ്മത്തുള്ളാഹി വീണ്ടും അതേ ചോദ്യങ്ങൾ ആവർത്തിച്ചു. അങ്ങനെ ഏകദേശം 3-3:30 മണിയായപ്പോ ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെ ആവർത്തിക്കല്ലേ. മധ്യസ്ഥ സ്റ്റേജിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു. ഏതായാലും ചോദ്യം സ്ഥാനത്തോ അസ്ഥാനത്തോ എന്ന ഇനി വാദത്തിന്റെ പ്രസക്തിയില്ല. അതുകൊണ്ട് ചോദിച്ചു പോയല്ലോ, മറുപടി പറയണം എന്ന് പറഞ്ഞു. കാരണം ചോദിച്ചു പോയല്ലേ, ഇനി മറുപടി പറയണം. പതിയുടെ മറുപടിയാണ് ശ്രദ്ധിക്കേണ്ടത്. പതിയുടെ മറുപടി അള്ളാഹു അല്ലാത്തവരെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വിരോധിക്കാത്തത് കൊണ്ട് അത് അനുവദനീയമാകുന്നു. അപ്പോ പരിശുദ്ധ ഖുർആൻ തെളിവുണ്ടോന്ന് ഒരായത്തും ധരിക്കാൻ കഴിഞ്ഞില്ല. അത് അനുവദനീയമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ വിരോധിച്ചിട്ടില്ല എന്നാ പറയുന്നത്. പരിശുദ്ധ ഖുർആൻ അത് വിരോധിച്ചിട്ടില്ല. വിരോധിക്കാത്തത് കൊണ്ട് അനുവദനീയമാകുന്നു. അലി മൗലവി എഴുന്നേറ്റു. വിരോധിച്ചിട്ടുണ്ട് മുസ്ലിയാരെ. ദശക്കണക്കിൽ 10 കണക്കിൽ ആയത്തുകൾ ഞാൻ അത് വിരോധിച്ച് നിങ്ങൾക്ക് ഓതിത്തരാം. അള്ളാഹുവിന്റെ കൂടെ മറ്റാരോട് നിങ്ങൾ ആർക്കരുത് എന്ന ആയത്തിങ്ങനെ അലി മൗലവി ഇങ്ങനെ ഓതാൻ തുടങ്ങിയാ പറഞ്ഞു. അത് ഓതാൻ പാടില്ല മൗലവി, ആയത്തോതാൻ പാടില്ല, അത് ഗമന പ്രശ്നമാകുള്ളൂ, വാദപ്രതിവാദമാവൂല, ഇത് വാദപ്രതിവാദമാണ്, അതിന് ആയത്തോതാൻ പാടില്ല എന്നായി. പിന്നെ കാരണം ആയത്തോതാൽ ഗമന പ്രശ്നമാവുള്ളൂ, ആയത്തോതാൻ പാടില്ല. അങ്ങനെ അപ്പോഴേക്ക് ഇതാ പറഞ്ഞ അങ്ങോട്ടും കൂടായി. പിന്നെ ഒച്ചമ്പിളി അവസാനിച്ചു. ഇതാണ്. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരായത്തുണ്ട് എന്ന് പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർക്ക് അത് ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല. അന്നത്തെ മുസ്ലിയാക്കന്മാർക്ക് അങ്ങനെ കുറച്ചൊരു ബോധം ഉണ്ടായിരുന്നു. അങ്ങനെ ഖുർആനിൽ ഇല്ലാത്താനുണ്ട് എന്ന് പറഞ്ഞുകൂടാന്ന്. അപ്പൊ ഉത്തരല്ലോ ഞാൻ പറയട്ടെ. 25 കൊല്ലം കഴിഞ്ഞിട്ട്, ഇപ്പൊ ഇവിടെ കോട്ടപ്പുറം കഴിഞ്ഞിട്ട് 30 കൊല്ലല്ലേ, ഈ പതിയുമായി അലി മൗലവി നടത്തിയ വാദപ്രതിവാദത്തിന് 25 കൊല്ലം കഴിഞ്ഞിട്ട് അതേ പൂനൂർ അതേ ബിൽഡിങ്ങിന്റെ മുകളിൽ വെച്ച് ഞങ്ങളും ഒരു വാദപ്രതിവാദത്തിന് ഇടപെട്ടു. എ പി അബ്ദുൽ ഖാദിർ മൗലവിയും അലി അബ്ദുറസാഖ് മൗലവിയും ഞാനും ഒക്കെ അതിൽ ഭാഗമായിരുന്നു. അതില് ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അതിൽ ഈ കെ അസം മുതലാണ് വിഷയം അവതരിപ്പിക്കുന്നത്.
അദ്ദേഹം എനിക്ക് മുസ്ലിം വരെയാണ്. അദ്ദേഹം ഇങ്ങനെ തന്നെ പറയുന്നത്, 25 കൊല്ലം മുമ്പ് ഞങ്ങൾ ഉസ്താദ് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ വല്ല ആയത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മർഹൂം പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ആയത്ത് ഓതിയിട്ടില്ല, ഒരൊറ്റ ആയത്തും ഉദ്ധരിച്ചിട്ടില്ല എന്ന് വഹാബികൾ പറയുന്നു. എന്നാൽ ആയത്തുണ്ട് മൗലവി, പരിശുദ്ധ ഖുർആനിൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആയത്തുണ്ട്, ആയത്തുണ്ട്, ആയത്തുണ്ട് മൗലവി. എന്നിട്ട് ഓതി ആയത്ത് ഏതാണെന്നറിയാമോ? അത്രേ ഓതുള്ളൂ കേട്ടോ. എല്ലാരും കാഫിറായി എന്ന് ഈസാ നബി അലൈഹി ഇസ്ലാം മനസ്സിലാക്കിയപ്പോൾ എല്ലാരും കാഫിറായി പോയി. ഈസാ നബിക്ക് ആരും സഹായികളില്ല, എല്ലാരും കാഫിറായി എന്ന് ഈസാ നബി മനസ്സിലാക്കിയപ്പോൾ ആയത്തിന് അയാൾ അർത്ഥം പറയാനാണ് പറയുന്നത് കേട്ടോ. അസംബലിയുടെ അർത്ഥം പറയാണ്, എല്ലാരും കാഫിറായി എന്ന് ഈസാ നബി മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പിന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു, മൻ അൻസാരി, ഇനി എന്നെ സഹായിക്കാൻ ആരുണ്ട്? ഇവിടെ ജീവിക്കുന്നവരെല്ലാം കാഫിറാണ്, പിന്നെ ഇനി ആരാ മുസ്ലിമുകൾ ഉണ്ടാവുള്ളൂ? മരിച്ചവർ. മൻ എന്ന് പറഞ്ഞാൽ മരിച്ചവർക്കും ജീവിച്ചവർക്കും പറയാം. ഇവിടെ ജീവിക്കുന്നവർ മുസ്ലിമില്ലാത്തത് മരിച്ച മുസ്ലിമീങ്ങളോടാണ്, മരിച്ചവരോടാണ് ഈസാ നബി അലൈഹി ഇസ്ലാം വിളിച്ച് പ്രാർത്ഥിച്ചത്. മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവാണ്. അവ പരിക്ക് കിട്ടാത്തത്, ഈ കേക്ക് കിട്ടാത്തത്, അശ്രത്തുകൾക്ക് കിട്ടാത്തത്, പാങ്ങൽ അഹമ്മദ് മുസ്ലിങ്ങൾക്ക് കിട്ടാത്തത്, വേറെ ഒരുപാട് ആലിമ്യങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ സമസ്തയിലെ, അവർക്കൊന്നും കിട്ടാത്തൊരായത്താണ് ഈ അസംബലിക്ക് കിട്ടിയത്. പക്ഷെ എല്ലാരും കാഫിറായോ? എല്ലാരും കാഫിറായപ്പോഴല്ലേ മരിച്ചവർ വിളിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ ഇസ്രായേൽ ഒരു വിഷയമായി മറ്റൊരു വിഷയമാണ്. അവ എല്ലാരും കാഫിറായി എന്നുള്ള മൂല്യമുള്ള വാദം ശരിയല്ല. ആണ് ഒരു വിഭാഗം, അവർ മുഅ്മിനീങ്ങൾ ഒരു വിഭാഗമായി, കാഫിറുകൾ വേറെ വിഭാഗം. ഫാമന തായിഫത്തും ബനി ഇസ്രായേല, ഇസ്രായേൽപ്പെട്ട ഒരു വിഭാഗം വിശ്വസിച്ചു. ആ വിശ്വാസികളാണ് ഹവാരി. ഹവാരികൾ ഹവാരാണ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്. വയുഖാല ഈസ ഇബ്നു മറിയം ലിൽ ഹവാരിയീന മൻ അൻസാരി ഇലല്ലാഹ് ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്. ഈസാ നബി അലൈഹി ഇസ്ലാം ഹവാരിയങ്ങളോട് മൻ അൻസാരി ഇലല്ലാഹ്, ഇനി ആരാൻ മാത്രമേ നിങ്ങൾ ഈ പ്രബോധന രംഗത്ത് എന്നെ സഹായിക്കാൻ ആരാനുള്ളത്? ആ ജീവിച്ചിരിക്കുന്ന ഹവാരികൾ മറുപടിയും പറഞ്ഞു, ഞങ്ങൾ സഹായിക്കാം. ഞാൻ ഉദാഹരണം ഇതുപോലെ എല്ലാ ആയത്തുകളും ഞാൻ പറയുന്നില്ല, ഇതൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. 25 കൊല്ലം കഴിഞ്ഞിട്ട് അസംബലിയിൽ ഓതിയതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സംവാദങ്ങൾ നടക്കുമ്പോൾ ഈ സംവാദങ്ങൾ നേർക്കുനേർ നടക്കാൻ അയക്കാതിരിക്കാനുള്ളത് നമ്മുടെ മുസ്ലിംമാരുടെ സ്വഭാവമാണ്. പിന്നെ ഒരു കാര്യം, ഇവിടെ 25-30 കൊല്ലപ്പെട്ട രാഷ്ട്രീയപ്പോ ഇതോടുകൂടി എല്ലാം ഭിന്നിച്ചു പോയി. മുജാഹിദീകൾ ഭിന്നിച്ചു പോയി. ഞങ്ങള് കോട്ടപ്പുറം സംവാദം കൊണ്ടാണ് ഭിന്നിച്ചു പോയത്, അതുകൊണ്ടാണ് മുജാഹിദീങ്ങൾ ഭിന്നിച്ചു പോയത്. മുജാഹിദീകൾ ഭിന്നിച്ചു പോയത് കൊട്ടപ്പുറം സംവാദം കൊണ്ടാണോ? എന്നാ പിന്നെ മൂല്യമാർ ഭിന്നിച്ചത് എന്തിനാണെന്നുള്ളത് പിന്നെ തന്നെ സമസ്തക്കാരോട് കാണിച്ചു കൊടുത്തല്ലോ. കൊട്ടപ്പുറം സംവാദം കൊണ്ട് മുജാഹിദീങ്ങൾ ഭിന്നിച്ചതെങ്കിൽ മുസ്ലിംമാർ ഭിന്നിച്ചത് എന്താ? ഈ ഭിന്നിപ്പിന്റെയൊക്കെ തുടക്കം ഇതൊന്നും അല്ല കാരണം, അത് ആദർശമൊന്നുമല്ല. പരിശുദ്ധ ഖുർആൻ എല്ലാവരും യോജിപ്പിക്കാനുള്ളതാണല്ലോ. ഈ ഖുർആൻ യോജിപ്പിക്കാനുള്ളതായതുകൊണ്ട് ഇന്നെന്തിനാ ഖുർആൻ അനുയായികൾ ഭിന്നിക്കുന്നത്? ഖുർആൻ തന്നെ മറുപടി പറയുന്നുണ്ട്, അത് ഇതൊന്നുമല്ല കാരണം. അതാ ഖുർആൻ പറയുന്നുണ്ടല്ലോ എല്ലാ സമൂഹത്തിലും ഇതെന്തിനാ ലിഹക്കും വൈനന്നാസി ഫീമഖ്തലഫൂ ഫീഹി, ഭിന്നാഭിപ്രായമുള്ളത് തീരുമാനം കൽപ്പിക്കുമാവുന്നതാണ് ഖുർആൻ. നമ്മൾ ഭിന്നെങ്കിൽ തൗഹീദ് ഏതാണ്, ശിർക്ക് ഏതാണ്, പ്രാർത്ഥന ഏതാണ്, ഇതിൽ ഭിന്നാഭിപ്രായം ഉണ്ടെങ്കിൽ ഖുർആൻ നമുക്ക് തീരുമാനം കൽപ്പിച്ചു തരും. എങ്കിലെന്തിനാ ഖുർആന്റെ അനുയായികൾ ഭിന്നിക്കുന്നത്? ചോദ്യത്തിന് ഖുർആനെ മറുപടി പറയുന്നു, വമഖ്തലഫ ഫീഹി ഇല്ലല്ലദീന ഊതൂഹു മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിനാതു ബഗ്യൻ ബൈനഹും. വ്യക്തമായ തെളിവുകൾ നൽകപ്പെട്ടതല്ലാതെ ഭിന്നിക്കുന്നില്ല. അല്ലാതെ ഖുർആനിൽ തെളിവില്ലാത്തതുകൊണ്ട്, ഖുർആൻ നിർദ്ദേശിക്കാത്തതുകൊണ്ടല്ല. ധിക്കാര മനോഭാവം. ഖുർആൻ എന്ത് പറഞ്ഞാലും ശരി, ഞാനത് സ്വീകരിക്കാൻ തയ്യാറില്ല, ഞാൻ പറയുന്നതാണ് ശരി. ഖുർആൻ എന്ത് നിർദ്ദേശിച്ചാലും ഉൾക്കൊള്ളാൻ തയ്യാറില്ല, ഞാൻ എന്റെ സ്ഥാനം വിട്ടുകൊടുക്കൂല. ഖുർആനിൽ പറഞ്ഞ് സ്വീകരിച്ച എന്റെ സ്ഥാനം പോകും, അല്ലെങ്കിൽ എന്റെ അവകാശം കിട്ടുന്നത് കുറയും. അന്റെ അവകാശം കിട്ടുമ്പോഴേ ഖുർആന്റെ അവകാശം എന്ന് പറഞ്ഞാൽ നിന്റെ ഒരു കുറയും. അതുകൊണ്ട് ഖുർആൻ ഞാൻ സ്വീകരിക്കുന്നില്ല. ഖുർആൻ അനുകൂലമാണോ? അതാണ് യഖൂലൂന ആമന്നാ ബില്ലാഹി വറസൂലി വഅതഅനാ സുമ്മ യതവല്ലാ ഫരീഖും മിൻഹും ബഅദ ദാലിക വമാ ഉലൈക മുഅ്മിൻ. അല്ലാഹു പറഞ്ഞു സ്വീകരിച്ചു, അനുസരിച്ചു എന്ന് പറയുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം നമ്മുടെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ നിങ്ങൾ ഇതിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം തെറ്റിപ്പോവുകയാണ്. അവർക്ക് അനുകൂലമാണോ ന്യായം, സത്യം അവർക്ക് അനുകൂലമാണോ, ശരി,
അവരംഗീകരിക്കും. അല്ലെങ്കിലോ ഖുർആനോ ഹദീസൊന്നും ഓൽക്ക് വേണ്ട, ഓൽക്ക് ഓല വാശി, ഓല ബഗയ്, ഈ ധിക്കാരാതിന് കാരണം അതൊന്നുമല്ല. പക്ഷെ ഏതായിരുന്നാലും നമ്മുടെ ഇവിടുത്തെ കണ്ടപുരത്തിന്റെ ആൾക്കാരെ പറയുന്നതൊക്കെ അവരുടെ വാദപ്രതിവാദത്തിനോടെ ഭിന്നിച്ചു. പിന്നെ ഓല് ഭിന്നിച്ചതോ? അത് മാത്രമല്ല, ഭിന്നിക്കാതെ ഇരുന്നിട്ടുണ്ടാണെങ്കിലും ഈ പതിയും ഒന്നിച്ചിരുന്ന ഈക്കയും കുണ്ടോട്ടിയിൽ വെച്ച് വാദപ്രതിവാദം നടത്തി. എന്തിനാ? അവർ തമ്മിൽ പരസ്യ വാദപ്രതിവാദം. പതിയും അലിയോലിയുമല്ല, പതിയും ഈക്കയുമാണ് വാദപ്രതിവാദത്തില്. ഏതാ വിഷയം എന്നറിയാമോ? അല്ലാന്നാ പറയേണ്ടത്, അല്ലാന്നാ പറയേണ്ടത്. അതാണ് വിഷയം, വേറൊന്നുമല്ല. ഇങ്ങോട്ട് ഏത് തമ്മിൽ സ്റ്റേജ് കെട്ടിയിട്ട് സാധാരണക്കാരന് മുന്നിൽ നിന്നിട്ട് ഒരു ഭാഗത്ത് പതി, ഒരു ഭാഗത്ത് ഈക്കെ. ഈക്കെ പറയുന്നു, സമസ്തയുടെ പ്രസിഡന്റ് ഈക്കെ പറയുന്നു അല്ലാ എന്നാണ് ഉച്ചരിക്കേണ്ടത്. പതി പറയുന്നു അല്ല എന്നാണ് ഉച്ചരിക്കേണ്ടത്. അല്ലാ എന്നുള്ളത് ശരിയല്ല, എഴുതൽ അല്ല എന്നാണല്ലോ. രസികനായ നമ്മുടെ ഉസ്താദ് CP അബൂബക്കർ മൗലവി പറഞ്ഞു, ഇപ്പൊ ഏതായാലും ഞങ്ങൾ പറഞ്ഞത് ശരിയായി. കാരണം രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പേരല്ലേ. പതി ഞങ്ങൾ പറഞ്ഞിടത്തേക്ക് എത്തി. എന്തേ? ചൂട് പെരുത്തേ തറമ്മൽ നിൽക്കുന്ന ചൊക്കര് മുഹയ്യദ്ദീൻ കാവേലിലേകല്ലായി. ഇപ്പൊ ചൊക്കര് മുഹയ്യദ്ദീൻ കാവലിലേകല്ല, പതിയാവത് കിട്ടിയായ ചൊക്കര് മുഹയ്യദ്ദീൻ കാവലില്ല. അത് അള്ളാഹ് നോക്ക് നിങ്ങൾ. ഇപ്പൊ ഈക്കും പതി എന്തിന് അഭിപ്രായ വ്യത്യാസം വന്നത്? അത് മാത്രമല്ല, ഇപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ ഖലീഫാക്കി കൊണ്ടുപോയിട്ട് ഇപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി നടക്കുന്നു. ബോംബെയിലെ ബാർബർ ഷാപ്പിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടേ, ബോംബെയിലെ ബാർബർ ഷാപ്പിൽ നിന്ന് മുടി എടുത്തുകൊള്ളു. അതൊരു 6 മീറ്ററുള്ള മുടി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി അധികം കണ്ടപ്പോ രൂപയാണ് വന്നിട്ടുള്ളൂ. ഇതൊരു 6 മീറ്ററുള്ള മുടി. ആ മുടി നീണ്ടു പോകത്ത്, പിന്നെ നീണ്ടുപോകാത്തരെ. ആ മുടി വെട്ടിട്ട് അതിന്റെ വെള്ളം അതിങ്ങനെ കൊടുത്താൽ എല്ലാവിധ സോക്കടും, ക്യാൻസർ ആയാലും വേണ്ടില്ല, ഏത് മാറാവ്യാധി ആയാലും വേണ്ടില്ല. ആ മുടിയുടെ വർക്കത്തും അതിന് അദൃശ്യമായ ചില കഴിവ്, അതിനുള്ള വർക്കത്ത് ഇതൊക്കെ ഉണ്ട് എന്ന് പ്രചരിപ്പിച്ചിട്ട് കുപ്പിയിലാക്കി ഇങ്ങനെ കൊടുക്കുകയാണ്. ആ മുടിക്ക് ഇത്രമാത്രം കഴിവുള്ള മുടിയാണെങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് കുളിപ്പിച്ച വെള്ളം സഹാബത്ത് കുപ്പിയിലാക്കി വെക്കൂലേ? ഖുലഫാഉർ-റാഷിദീങ്ങൾ വെള്ളം ആലോചിച്ച് നോക്കാണ്. കാരണം മുടി മാത്രമല്ല, ശരീരം ഒന്നായിട്ട് കഴുകിയ വെള്ളം ഖുലഫാഉർ-റാഷിദീങ്ങൾ കുപ്പിയിലാക്കി വെക്കുകയോ സഹാബത്തെ ഒടുക്കൽ ചെയ്തിട്ടുണ്ടോ? ഇത് മാത്രമേ മുടിക്ക് പോകുന്നത് അതിൻ്റെ നടക്കുക. അത് മാത്രമല്ല, ഇപ്പൊ പൊടിയുണ്ട് ഇത്രേ. മുടി മാത്രമല്ല, പൊടിയും. ഈ പൊടി എടുക്കണോ? അത് റൗളാ ശരീഫിൽ നബിന്റെ കബറിന്റെ അടുത്ത പൊടിയാണ് പറയുന്നത്. അവിടെ ആർക്കെങ്കിലും കാണാൻ ചെയ്യുക കബർ എവിടെ കിടക്കുക, ഇവിടുന്ന് എന്തെങ്കിലും അവിടെ പൊടിയെടുക്കുന്ന പോയിട്ട്. ഇതൊക്കെ ഈ കള്ളപ്രചരണങ്ങൾ നടത്തുകയാണ്, കള്ളെണ്ണങ്ങൾ. ഇപ്പൊ മുൻകാലം ഫോട്ടോ പ്രസിദ്ധീകരിക്കുന്നുണ്ട്, യാറങ്ങളുടെ ഫോട്ടോ, അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ യാറങ്ങളുടെ മാത്രം പുസ്തകമുണ്ട്. ഒക്കെ വ്യാജമാണ്, ഒരു കള്ളമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് പ്രചരിപ്പിക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കൂടെ ഈ കൊട്ടപ്പുറത്ത് വാദപ്രതിവാദിച്ച് ഒന്നിച്ച് അദ്ദേഹത്തിന്റെ വിഷയം അവതരിപ്പിക്കാതിരുന്ന മുസ്ലിയാർ കൊട്ടപ്പുറം വാദപ്രതിവാദം കഴിഞ്ഞിട്ട് ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പറ്റി എഴുതുകയുണ്ടായി. പറയുക മാത്രമല്ല, എഴുതുകയുണ്ടായി. ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വായ തുറക്കുന്നത് ഒന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനും, 2 കളവ് പറയാനുമാണ്. 2 കാര്യത്തിന് അയാൾ വായ തുറക്കുള്ളൂ. ഒന്ന് തിന്നാനും, ഇന്നൊന്ന് കള്ളം പറയാനും. ശരിയല്ലേ? ഇവർ തമ്മിൽ എവിടേക്ക് എത്തിപ്പോ? എവിടേക്ക് എത്തി? അപ്പൊ അതാണ് ഇവ തമ്മിൽ അങ്ങനെ ഭിന്നിപ്പാണെങ്കിലും അത് അവർക്ക് തന്നെയുള്ള വാസന, നമുക്കല്ലല്ലോ. ഇത് മാത്രമല്ല, ഇനി വേറൊരു കാര്യം. ഇവിടെ ചോദ്യങ്ങളൊക്കെ അറിഞ്ഞു, നിങ്ങൾ ചോദ്യം കേട്ട് കഴിഞ്ഞല്ലോ. ഞാൻ വീട്ടുന്നില്ല. ചോദ്യങ്ങൾ കേട്ടപ്പോൾ എന്തായിരുന്നു? 2-3 കാര്യങ്ങൾ. മുഹദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പരിശുദ്ധ കന്യാ മറിയമെ സഹായിക്കണേ, ലാത്തയെ രക്ഷിക്കണേ. ഇതൊക്കെ വെറുതെ പറഞ്ഞതല്ല, ഇത് ഓരോന്ന് വേറെ ഓരോ പോയിന്റ് വെച്ചതാണ്. മഹരി കേൾക്കണം എന്നത് അതൊരു വ്യക്തിയാണ്, മരിച്ചുപോയൊരു വ്യക്തി, എല്ലാവരും അംഗീകരിക്കുന്നത് വലിയ ഒരു വ്യക്തി. അപ്പൊ ആ വ്യക്തിയെ വിളിച്ച് പ്രാർത്ഥിച്ച ആളാൾ മരിച്ചുപോയി. ബദരീകൾ എന്ന് പറഞ്ഞാൽ 313 ആളാണ്. ഒറ്റ വിളിയിൽ 313 ബദരീ നിർത്തെ പറ്റ ആ വിളിന് വിളിച്ചാൽ കൂടി മുറിയും മോനം തന്നെ. ഈ ബദരീങ്ങൾ പേര് കേട്ടാൽ കുട്ടിയാക്കപ്പെടാശ വരുന്നതാണ്. ബദരീങ്ങൾ പേര് വലിയാൽ ഈ കൂടിയ മുറിയും മുനമ്പള്ള കുട്ടി പിറക്കരില്ല ശക്കെന്നവർ എന്നാണ്. അപ്പോ അതിനുവേണ്ടി ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ 313 ആൾ ഒന്നായിട്ട് ഏറ്റെടുക്കാൻ വരുന്നത്. അതാണ് നോക്കേണ്ടത്. ബദരീങ്ങളെ എന്ന് ഒരാളല്ല, മദീശേഖ് എന്ന് വിളിച്ച ഒരാളേ ഉള്ളൂ.
ബദരീങ്ങൾ എന്ന് വെച്ചാൽ 313 ആളാ ബദർ യുദ്ധത്തില്. അവരെല്ലാരും കൂടി പെണ്ണിന്റെ ഇഞ്ചെടുക്കാൻ വരികയാണ്. ഇങ്ങോട്ട് കുട്ടി എടുക്കുക, പിന്നെ അങ്ങനെ കുട്ടി പുറത്ത് വരാതിരിക്കുവോ? നോക്കിങ്ങള് ബദരീങ്ങളെ പേരിന്റെ എഴുതി കെട്ടിയാൽ അതിന് ഉലൂഹിയത്തിന്റെ കഴിവ് ഉണ്ടതാ. കാരണം 313 ആളെ പേരിങ്ങനെ എഴുതി വെച്ചാൽ മതിലുകൾ പൊട്ടലും തീയൂകൾ കത്തലും മറ്റും ഫിത്തിനകൾ അണവില്ല എന്നവർ. മതിൽ പൊട്ടൂല, തീ കത്തൂല, ഒരു ഫിത്തിനി വരില്ല. ഞാൻ എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ കയറി ചെന്നിരിക്കെ അയാൾ ഒരു നല്ല വിശ്വാസമുള്ള ആളാണ്. ഒരു ഫ്രെയിം ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു ബദരീങ്ങളുടെ പേര് 313 ആളെ എഴുതി വെച്ചിട്ട്. ഞാനൊന്നിങ്ങനെ സൂക്ഷിച്ചു നോക്കി ബദരീങ്ങളെ തന്നെ അല്ലേന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോണ്ട് അതിന്റെ പിന്നിൽ കൂടെ ചേല് പിടിച്ചേക്കണ്. ഈ ഏത് കല്ലാസമ്മ ചേല് പിടിച്ചേക്കണ്. ചങ്ങായി ഇത് അന്ന മതില് പൊട്ടൂല, ഈ കടലാസ് സംരക്ഷിക്കാൻ എഴുതി കഴിഞ്ഞേക്കണോ കൈ അത് ചേല് പിടിച്ചേക്കണല്ലോ. അത് എഴുതി വെച്ച കടലാസം രക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ ചങ്ങായി. അല്ല എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇല്ല അതൊക്കെ മുന്നോട്ടൊന്നുമില്ല. നോക്കി നിങ്ങള് അപ്പൊ ഇതാ നമ്മുടെ മൂല്യന്മാരെ പഠിപ്പിക്കുകയാണ്. ഇതേ പ്രകാരം ബദരീകൾ എന്നുള്ളത് 313 ആള്. പരിശുദ്ധ കന്യാമറിയം എന്ന് പറഞ്ഞതോ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്നു, എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്നില്ല. ക്രിസ്ത്യാനികൾ അങ്ങനെയാണല്ലോ, ജൂതന്മാർ അങ്ങനെയല്ലേ. അപ്പൊ അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുകൊണ്ട് നമ്മൾ അവരെ തൗഹീദിലേക്ക് വിളിക്കുന്നത് എന്താണ്? തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും, നിങ്ങളും ഞങ്ങളും അംഗീകരിക്കുന്ന ആ തത്വത്തിലേക്ക് വരൂ. അവ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുന്നു, എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അവർ അംഗീകരിക്കുന്നില്ല. അവർ ഈസാ റസൂലുള്ളാഹി അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കന്യാമറിയമിനോട്. അത് നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്താണ് വിധി എന്നാ ചോദിക്കുന്നത്. പിന്നെ ഉപയോഗിച്ചത് അറിയാമോ? ലാത്ത എന്ന് പറഞ്ഞാൽ അതും കന്യാമറിയം മരിച്ചുപോയൊരു മനുഷ്യർ ഒരു തരുണിയാണ്, ഒരു മഹതിയാണ്. ലാത്ത എന്ന് പറഞ്ഞാൽ അത് സഹീൽ ബുഖാരി പറയുന്നു, ഇബ്നു അബ്ബാസ് പറഞ്ഞതായി. കാനൽ ലാത്തു റജുലൻ യലുത്തു സബീഖൽ ഹാജ്, ഹാജിമാർക്ക് ഈ തരിക്കഞ്ഞി പോലത്തെ ഒരു താഴം ഉണ്ടാക്കി കൊടുത്ത് വിതരണം ചെയ്യുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു ലാത്ത. ആ ലാത്തന്റെ പേരിലാണ് ബിംബം വെച്ച് ശരിക്കും ലാത്താന്ന്. അപ്പൊ ഹജ്ജിന് വരുന്ന സമയത്ത് ഇയാളിങ്ങനെ ഓരോ പാനീയം ഉണ്ടാക്കി കൊടുക്കും. കുറെ കാലം കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചപ്പോൾ അയാൾ ഇരുന്നിരുന്ന പാറക്ക് അവിടെ വിളക്കുവത്തിൽ തുടങ്ങി, അവിടേക്ക് നേർച്ചയിൽ തുടങ്ങി. പിന്നെ ബ്രാഞ്ച് ഉണ്ടായി. അങ്ങനെയുള്ള ആദ്യം അവിടെയാണ് തുടങ്ങുക. പിന്നെ അതിന് വേറെ ബ്രാഞ്ച് അവിടെ കൊണ്ടുവയ്ക്കും. അപ്പൊ അജ്മീറിൽ ആദ്യം തുടങ്ങിയപ്പോ കാരന്തൂർ അജ്മീറിന് കേട്ടില്ല നിങ്ങള്? ഇങ്ങനെ അജ്മീർ എങ്ങനെ കാരന്തൂരിലേക്ക് വന്നത്? അത് ബ്രാഞ്ചാണ്. അങ്ങനെ ബ്രാഞ്ച് വരിക. ലാത്ത ആദ്യം ലാത്ത ഇരുന്നിരുന്ന പാറന്നെ തുടങ്ങുക. പിന്നെ അപ്പുറത്തേക്ക് ഒരു ലാത്ത എന്നൊരു പേരിൽ ഒരു ബിംബം വെക്കും, അന്ന് നാട്ടും. ആ ബിംബം നാട്ടിയാലും ശരി. കാരന്തൂർ അജ്മീറിന്റെ ബിംബമല്ല നാട്ടിയത്, അജ്മീറിലെ കൊടിയാ നാട്ടിയത്. അത് നാട്ടന്നെയാണ്. ബിംബം തന്നെ കൊടി നാട്ടിയാലും ശരി, കല്ല് നാട്ടിയാലും ശരി, മരം കൊണ്ട് നാട്ടിയാലും ശരി. മാപ്പിളാര് കാരന്തൂർ അജ്മീറിന്റെ ബിംബമാണ് വെച്ചേക്കുന്നത് ആ കൊടി. അല്ല അജ്മീറും കാരന്തൂരുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് ചോദിച്ചത് ലാത്തന്റെ പേരിൽ വെച്ചാൽ. പക്ഷേ അന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? കുറ്റിച്ചെറയിൽ പറഞ്ഞപ്പോ കുറ്റിച്ചെറ ഞങ്ങൾ ചോദ്യം ചോദിച്ചോ പറഞ്ഞു, അന്ന് ഈ കബറുകളെ ആരാധിക്കുന്നത് അത് ബിംബം വെച്ചാലേ താഴെ ബിംബം ഉണ്ടായത് കൊണ്ടാണ് ഈ ലാത്തയും ഉസ്സയൊക്കെ ആരാധിക്കുന്ന ശിർക്കായി പോയത്. ബിംബമില്ലെങ്കിൽ ഒക്കെ മരിച്ചുപോയ മഹാത്മാക്കളാണ്. അവരുടെ പേരിൽ ബിംബം വെക്കാനെ കുറിച്ച് പ്രാർത്ഥിച്ചാൽ തിരക്കടില്ല. അപ്പൊ ഞങ്ങളൊരു ഇബാറത്ത് ഉദ്ധരിച്ചുവിടെ കെട്ടിപ്പൊക്കിയ കബറ് ബിംബം പോലെ തന്നെ ആണല്ലോ മുസ്ലിയാരെ ഇമാം റാസി പറഞ്ഞത്. ആ ചോദ്യത്തിന് അന്ന് മറുപടി കിട്ടിയില്ല. ഇപ്പം മൂല്യന്മാർക്ക് വല്ല മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞത്. ബിംബങ്ങൾ ആരാധിക്കുന്നതിനെ പറ്റി വിവരിച്ചിട്ട് പറഞ്ഞു, ഈ ബിംബങ്ങളെ പോലെ തന്നെയാണ് ചില മനുഷ്യന്മാർ ഒരു കൂട്ടം പടപ്പുകൾ എന്നാ പറഞ്ഞത്. മഹാന്മാരെ കബറുകളെ ബഹുമാനിക്കുന്നു. എങ്ങനെ ബഹുമാനിക്കുന്നു? അത് മലമൂത്ര വിസർജ്യം ചെയ്യാതെ അല്ലെങ്കിൽ അവിടെ വൃത്തികേടാക്കിയതല്ല. അല്ല അഴുത്തക്കാതി ഇതാ അള്ളമു കുബൂറഹും, ആ കബറുകളെ ബഹുമാനിച്ചാൽ ഈ കബറാളികൾ അള്ളാഹുവിനേക്കാൾ ശുപാർശകന്മാരായി മാറും എന്ന വിശ്വാസപ്രകാരം കബറുകളെ ബഹുമാനിക്കുന്ന അങ്ങനെയാണ്. അപ്പൊ ഈ വിശ്വാസമാണ്. ആ വിശ്വാസപ്രകാരം കബറിൽ വിളക്കുകൊളുത്തിയാൽ, ആ വിശ്വാസപ്രകാരം അവിടെ ചന്ദനത്തിൽ കത്തിച്ചാൽ, ആ വിശ്വാസപ്രകാരം കബറ് മൂടിയാൽ, ചന്ദനത്തിൽ കത്തിച്ചാൽ, കബറ് മൂടിയാൽ, വെളിച്ചം കത്തിയാൽ, പൂമാല ചാർത്തിയാൽ, അത് എല്ലാം ബിംബാരാധന പോലെ തന്നെയാണ്. അത് മുസ്ലിമിന്റെ കബറായാലും എല്ലാ കബറായാലും. ലോകത്തിൽ നിന്ന് അതിന് മാറ്റമുള്ളതുണ്ട്. നോക്കായിരുന്നു നിങ്ങൾ, തൗഹീദിന്റെ നാടുണ്ട്. ഇസ്ലാമിന്റെ അവസാനം അവിടേക്ക് നോക്കാന്ന് പറഞ്ഞത്. ഇന്നൽ ഇസ്ലാം ഇസ്ലാം മദീനയിലേക്ക് മടങ്ങിച്ചെല്ലും, പാമ്പതിന്റെ മാളത്തിലേക്ക് മടങ്ങിച്ചെല്ലുന്നവരെ. അതുകൊണ്ട് ഈ കബറുകളും യാത്രങ്ങളും ഹിജാസിലില്ല,
മക്കയിലില്ല, മദീനയിലില്ല, ബാക്കി ലോകത്തെ എവിടെയുമുണ്ട്. കെട്ടിപ്പൊക്കിയ ഖബറില്ലാത്ത ഒരേ ഒരു നാടുണ്ടെങ്കിൽ ഇന്ന് സൗദി അറേബ്യ, മക്ക, മദീന അടങ്ങിയ ഹിജാസാണ് ആ നാടുള്ളത്. ആ ഹിജാസിലെ ഭരണാധികാരി നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ, ഇന്ത്യയിൽ വന്നാൽ ഇവിടെ ആചാരമുണ്ട്, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ഖബറിൽ ഒന്ന് പോയി ബഹുമാനിക്കുക, ഒരു പൂമാല ചാർത്തിയിട്ട് അല്ലെങ്കിൽ തീവളം വെളുത്തിൽ കത്തിച്ചിട്ട്. അത് ആര് വന്നാലും ചെയ്യും, ഏതൊരു മുസ്ലിം വന്നാലും ചെയ്യുന്നവിടെ. ഇസ്ലാമിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ട് ആ പാകിസ്ഥാനിന്റെ പ്രസിഡന്റ് വന്നപ്പോഴും ഗാന്ധിജിയുടെയും ഇന്ദിരാജിയുടെയും യാറത്തിങ്കിൽ പോയി, ഖബറിടത്തിൽ പോയി അവിടെ പൂമാല ചാർത്തി. കാരണം ചാർത്തില്ല എന്ന് പറയാൻ പറ്റില്ല. അയാൾ പോകുന്ന നിസാമുദ്ദീനിലേക്കാണ്, അവിടെയും പൂമാല ചാർത്തുന്നു. അയാൾ പോകുന്ന അജ്മീറിലേക്കാണ്, അജ്മീറിൽ പൂമാല ചാർത്തുന്നു. അജ്മീറിലും നിസാമുദ്ദീനിലും പൂമാല ചാർത്തുന്ന ഒരാൾക്ക് മഹാത്മജിയുടെ യാറത്തിൽ, ഖബറിടത്തിൽ അല്ലെങ്കിൽ സമാധിയിൽ പൂമാല ചാർത്തില്ല എന്ന് പറയാൻ എന്ത് അവകാശമുണ്ട്? പക്ഷേ അതുകൊണ്ട് അവരൊക്കെ അവിടെയും കൂടി ചാർത്തി. അബ്ദുള്ള രാജാവ് ഇന്ന് വീട്ടിൽ വന്നു, അദ്ദേഹത്തിന് ആരും ഗാന്ധി സമാധിയിലേക്കും ഇന്ദിരാ സമാധിയിലേക്കും ക്ഷണിച്ചില്ല. കാരണം ഇവിടുത്തെ ഇന്ത്യൻ ഭരണാധികാരികൾക്കറിയാം അത് ഏകജയ വിശ്വാസ നാട്ടിലെ ഭരണാധികാരിയാണ്. അദ്ദേഹം അത് അജ്മീറിൽ പോയി ചെയ്യില്ല, അദ്ദേഹം നിസാമുദ്ദീൻ ചെയ്യില്ല, അതുകൊണ്ട് മഹാത്മജിയുടെ അവിടെയും ചെയ്യില്ല, അതുകൊണ്ട് ഇന്ദിരാജിന്റെ അവിടെയും ചെയ്യില്ല. അതാണ് തൗഹീദ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും ചെയ്യില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ നാട് കഴിഞ്ഞാൽ എന്റെ രണ്ടാമത്തെ നാടാവുന്നു ഇന്ത്യ. അതാണ് മാനുഷിക ബന്ധം. അതാണ് അബ്ദുൾ രാജാവ് കാണിച്ച വിവേകം. ഈ ദുരാജ ശിർക്കിലേക്ക് പോയില്ല. അദ്ദേഹം പറഞ്ഞു, മാനുഷിക ബന്ധം മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധമാണ്. എനിക്ക് എന്റെ നാട് കഴിഞ്ഞാൽ എന്റെ രണ്ടാമത്തെ നാട് ഇന്ത്യ ആകുന്നു, അതാണ് ഇന്ത്യ എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് മാനുഷിക ബന്ധം, അതിനാണ് പ്രാധാന്യം. അതല്ലാതെ ഈ വിശ്വാസത്തിലുള്ള അങ്ങോട്ടുമുള്ള സാഹോദര്യമല്ല, മാനുഷികമായ സാഹോദര്യമാണ്. ഇത് പറയുമ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾ നോക്കായിരുന്നു, ഇപ്പോൾ വർഗീയമായി തെരഞ്ഞിരിക്കുകയാണ്. കോട്ടപ്പുറത്തിലുള്ള ഒരു മഹാചോദ്യമായിരുന്നു ശിർക്കിന്റെ നിർവചനം എന്ത് എന്ന്. ശിർക്കിന്റെ നിർവചനം എന്ത്? വ്യക്തമായ നിർവചനം പറഞ്ഞു. അല്ലാഹു സ്വഭാവം, അവന്റെ ആസ്തിക്യത്തിൽ, അവന്റെ ഗുണഗണങ്ങളിൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ, അവന്റെ സ്വഭാവത്തിൽ ഏതെങ്കിലും ഒന്ന് മറ്റുള്ളവർക്ക് പങ്കുണ്ട് വിചാരിച്ചാൽ തന്നെ ശിർക്കായി. ആ പങ്കുണ്ടിനെ പ്രവർത്തിച്ചാൽ അത് ശിർക്കാണ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയുടെ പ്രയോഗമല്ല. അള്ളാഹുവിനെ പറ്റി പറയുന്നു, അള്ളാഹുവെ നീ സെമിയാണ്, ബസീറാണ്. സെമിയാണ്, ബസീറാണ്. ഇന്നാ ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലിഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ കേൾക്കുന്നവനും കാണുന്നവനാക്കിയിരിക്കുന്നു. അള്ളാഹു സമീഉം ബസീർ, മനുഷ്യൻ സമീഉം ബസീർ. പക്ഷേ പിന്നത്തെ പടച്ചോനെ ഒരു സിഫത്തല്ലേ അവിടെ പറഞ്ഞത്? അള്ളാഹുവിന്റെ റഊഫ് എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബിയെ പറ്റി റഊഫ് എന്ന് പറഞ്ഞു അത്രേ. അള്ളാഹുവിന്റെ റഹീം എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബിനെ പറ്റി റഹീം എന്ന് പറഞ്ഞു അത്ര. അതിലെത്തിട്ട് ആ വലിയ ശിർക്കിലേക്ക് നോക്കല്. എല്ലാ മനുഷ്യനെയും പറഞ്ഞിരിക്കുന്നു അള്ളാഹിനെ പറ്റി സിഫത്ത്. പക്ഷെ സിഫത്ത് തമ്മിൽ ഒരു വ്യത്യാസം എന്താണെന്നറിയാമോ? ലൈസ കമിസ്ലിഹി ശൈഉൻ, അള്ളാഹുവിന് തുല്യമായി ഒന്നും തന്നെയില്ല. മനുഷ്യന്റെ വിശേഷണങ്ങൾക്ക് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അതിനൊരു പരിധിയിലപ്പുറം കേൾവിയാണെങ്കിൽ ആ പരിധിക്കപ്പുറം കേൾക്കില്ല, കാഴ്ചയാണെങ്കിൽ പരിധിക്കപ്പുറമില്ല, അറിവാണെങ്കിൽ പരിധിക്കപ്പുറമില്ല. ഈ ഭൗതികമായ പരിധികളും പരിമിതിയിൽ നിന്നുകൊണ്ടാണ് അള്ളാഹുവിൻ്റെത്. അതിന്റെ അപ്പുറമുള്ളത് ഗൈബാണ്, മറിഞ്ഞതാണ്. ആ മറിഞ്ഞത് അള്ളാഹുവിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുള്ള മറിഞ്ഞതെല്ലാം അള്ളാഹുവിന്. മറിഞ്ഞ വിധത്തിൽ ലോകത്ത് നടക്കുന്ന എല്ലാ ശബ്ദവും കേൾക്കുന്നവൻ അത് അള്ളാഹുവാണ്. വൈദ്യശയിൽ ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കുമെങ്കിൽ ആ കേൾവിക്ക് പരിധിയില്ല, പരിമിതിയില്ല. അങ്ങനത്തെ ഒരു കേൾവി പടച്ചവൻ കൊടുത്തു എന്നാ പിന്നെ പറയണത്. മക്കത്തെ മുശ്രിക്കുകളുടെ വിശ്വാസമാണത്. പക്ഷേ അങ്ങനത്തെ അത് കൊടുക്കൂല എന്നാ പടച്ചവൻ പറയുന്നത്. അങ്ങനെ കൊടുക്കുവോ? അങ്ങനെയാണെങ്കിൽ ആർക്കാ എന്താ ചെയ്യാത്തത്? കാരണം പടച്ചവനല്ലേ പടപ്പുകൾക്ക് എല്ലാ കഴിവും കൊടുത്തത്. പടപ്പുകളെയാണല്ലോ ഒക്കെ ശിർക്ക് കേൾക്കുന്നത്. എല്ലാ പടപ്പുകൾക്കുള്ള കഴിവ് പടച്ച കൊടുത്തതല്ലേ. അതുകൊണ്ടല്ലേ ഖുർആൻ ചോദിച്ചത് അശ്രിക്കൂന മാലാ യഖ്ലുഖു ശൈഅൻ വഹും യഖ്ലഖൂൻ. ഒന്നും പടക്കാത്തവരെയാണോ പടച്ചവനോട് പങ്കുചേർക്കുന്നത്? അവർ പടക്കപ്പെട്ടവരല്ലേ. പടക്കപ്പെട്ടവർക്ക് എല്ലാം കൊടുത്ത പടച്ചവൻ തന്നെയല്ലേ. അത് ഈസാനബിനെ പഠിച്ചാലും മെഹദീസഹിനെ പഠിച്ചാലും ലാത്തനെ പഠിച്ചാലും ഗുരുവായൂരപ്പനെ പഠിച്ചാലും ഒക്കെ പടച്ചവൻ കൊടുത്ത കഴിവല്ലേ. പക്ഷേ പടച്ചവൻ കൊടുത്ത കഴിവാണെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ ശിർക്കാവൂല. നമ്മൾ മൗലിയന്മാർ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാ മൗലിയരെ എന്തിനാ ഈ പുതുവന്നാനി പുതിയങ്ങാടിയിലെ അബൂബക്കറാജിനെ മുശ്രിക്കാക്കിയത്? ഞാൻ അവസാനിപ്പിക്കുന്നു. അബൂബക്കറാജ് മുശ്രിക്കാണെന്ന് പറഞ്ഞ ശിർക്കിന്റെ നിർവചനമെന്ത്? നമ്മുടെ മുസ്ലിയാക്കന്മാരും സമസ്തക്കാർ രണ്ട് അവസ്ഥക്കാരും പറയണം. ഏതാണ് ശിർക്കിന്റെ നിർവചനമെന്ന്? അബൂബക്കറാജി
ആ അബൂബക്കർ ഹാജി വിവാഹം കഴിച്ച് ഒരുപാട് കൊല്ലം അദ്ദേഹത്തിന് കുട്ടികളുണ്ടായില്ല. അങ്ങനെ അയാൾ നേർച്ചയാക്കി അജ്മീരിലേക്ക്, പുതുവന്നാനിക്ക്, പുത്തമ്പള്ളിക്ക് ഒക്കെ ഒരുപാട് നേർച്ചയാക്കി, കുട്ടികളുണ്ടായില്ല. അവസാനം ഒരു ചെട്ടിയാരുണ്ട് അയൽവക്കത്ത്. ചെട്ടിയാർ ആചാരെ കുറെ നേർച്ചയും വഴിപാടൊക്കെ ആയല്ലോ, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു കുട്ടി ഉണ്ടാവട്ടെ, അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഗുരുവായൂർ കൊണ്ടുപോയി തുലാഭാരം കൊടുക്കാൻ നേർച്ചയാക്കിക്കളി. നിങ്ങൾ കുട്ടിയെ ഗുരുവായൂർ കൊണ്ട് തുലാഭാരം കൊടുക്കാൻ നേർച്ചയാക്കിക്കളി. അദ്ദേഹം യാതൊരു വിധവും ആപാദനയും കണ്ടില്ല. കാരണം ഇലാഹാണെന്ന് ഗുരുവായൂരപ്പൻ ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല, ഗുരുവായൂരപ്പന് സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. നമ്മുടെ മൂല്യന്മാരെ പഠിപ്പിച്ചത് ആളാണ്, ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുകയുള്ളൂ. സ്വയം കഴിവുണ്ട്, പടച്ചോൻ കൊടുത്ത കഴിവാണെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവൂല, സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുകയുള്ളൂ. അതുകൊണ്ട് അബൂബക്കർ ഹാജിക്ക് ചെട്ടിയാർ പറഞ്ഞപ്പോൾ ഒരു വിഷമവും തോന്നിയില്ല. കാരണം ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല, സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. കുട്ടി ഉണ്ടായാലേ ചെയ്യേണ്ടുള്ളൂ. കുട്ടി ഉണ്ടായി, പടച്ചോനെ പരീക്ഷിച്ച് കുട്ടിയെ കൊടുത്ത് പടച്ചോൻ കുട്ടിയെ കൊണ്ടുപോയി ഗുരുവായൂർ കൊണ്ട് തൂക്കിയിട്ട് അവിടെ എന്തോന്ന് ദാനം ചെയ്തു. പിറ്റേ ദിവസം പത്രത്തിൽ വന്ന റിപ്പോർട്ട്, ബോക്സിട്ട റിപ്പോർട്ട്, ഒരു മുസ്ലിം ഭക്തന്റെ തുലാഭാരം. അപ്പോഴാണ് നമ്മൾ മൂല്യന്മാർ സട കുറഞ്ഞ് എഴുന്നേറ്റത്. അവിടെ ആ പള്ളിയിൽ യോഗം ചേർന്നു. യോഗം ചേർന്നിട്ട് ഈ ഗുരുവായൂർ കൊണ്ട് തുലാഭാരം കൊടുത്ത അബൂബക്കർ ഹാജി മുശ്രിക്കാണ് എന്ന് വിധിച്ചു. ഇസ്ലാമിന് പുറത്തായ മുശ്രിക്കാണ്. നമ്മളിവിടെ ശിർക്ക് എന്ന് പറയുമ്പോൾ ശിർക്ക് മഹാപാപമാണ്. മില്ലത്തിന് പോകുന്ന ശിർക്ക് അങ്ങനെ ഇലാഹാന്ന് വിശ്വസിച്ച് അങ്ങനെ പറയുന്നുള്ളൂ. മഹാപാപമായ ശിർക്കാണെന്നാണ് പറയുന്നത്. ഇയാളെ മില്ലത്തിന് സമുദായത്തിന് പുറത്തുപോയ ശിർക്കാണ് എന്നാണ് വിധിച്ചു. ഇവിടെ അബൂബക്കർ ഹാജി മുശ്രിക്കാണ്. അത് പ്രഖ്യാപിക്കാൻ വേണ്ടി പള്ളിയിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞു. പള്ളിക്കന്റെ സെക്രട്ടറി പോളിടെക്നിക്കൽ അധ്യാപകനായിരുന്നു. അദ്ദേഹം പോളിടെക്നിക്കൽ ലെക്ചറാകുമ്പോൾ കുറച്ച് ബുദ്ധി ഉണ്ടാവുമല്ലോ. ആള് പറഞ്ഞു ഞാൻ പറയില്ല. കാരണം എന്തേ, ഈ ഗുരുവായൂരപ്പൻ എന്നാണ് ഒരു കൂട്ടർ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വ്യക്തിയാണല്ലോ. ഇത് ഏത് ശവാന്നറിയില്ലോ പുതുവന്നാനിയിൽ. ആ ശവത്തിന് നേർച്ചയാക്കിയപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലാരും. അത് ഏത് മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ത് ജാതി ശവമാണെന്ന് അറിയില്ല. അവിടേക്ക് നേർച്ചയാക്കിയപ്പോൾ മൂല്യന്മാരും പറഞ്ഞില്ലല്ലോ. പിന്നെ ഇതൊരു വ്യക്തിയാണ്, മഹാന്മാർ ഒരാളുകൾ ബഹുമാനിക്കുന്നൊരു ആദരിക്കുന്ന ഒരാളാണ്. അവർക്ക് നേർച്ചയാക്കിയ മുസ്ലിക്കാരെന്ന് ഞാൻ പറയില്ല, അങ്ങനാരാച്ച പറഞ്ഞോളി എന്ന് പറഞ്ഞു. നമ്മുടെ സെക്രട്ടറി വഹാബിയായിക്കണമെന്ന് വിളിച്ചു. സെക്രട്ടറി വഹാബിയായി അങ്ങനെ മൊയ്ലിയർ പ്രഖ്യാപിച്ചു. എന്നിട്ട് അബൂബക്കർ ഹാജിയെ വിളിച്ചു, ഇസ്ലാമിലേക്ക് കൂട്ടി ഷഹാദത്ത് കലിമ കൊടുത്തിട്ട്. ഇസ്ലാമിലേക്ക് കൂട്ടിയെന്ന് മാത്രമല്ല, അബൂബക്കർ ഹാജിയെ നേർച്ചയാക്കിയത് അബൂബക്കർ ഹാജി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഗർഭമുണ്ടായ ഭാര്യക്കാണ്, ഭാര്യ പുറത്തു പോയിട്ടുമില്ല. അപ്പൊ ഭാര്യ മുസ്ലിമത്തും ഇയാൾ കാഫറും. അപ്പൊ അവർ നമ്മൾ ബന്ധം മുറിഞ്ഞു. ഷഹാദത്ത് കലിമ കൊടുത്തിട്ട് മൊയ്ലിയർ എന്ത് ചെയ്യുന്നറിയോ, ഭാര്യനെ ഒന്നുകൊണ്ട് നിക്കായച്ചു കൊടുത്തു അബൂബക്കർ ഹാജിക്ക്. അതിനും വാങ്ങി നിക്കായന്റെ പൈസ നമ്മുടെ മൂല്യന്മാര് നോക്കി, നിങ്ങൾ അതിനും വാങ്ങി നിക്കായന്റെ പൈസ. ഈ അബൂബക്കർ ഹാജിയെ മുസ്ലിമൊക്കെ ആക്കിയ ശിർക്കിന്റെ തൈലയും നിർവചനം എന്ത്? രണ്ട് സമസ്തക്കാരും പറയണം എന്താണ് നിർവചനം ശരിക്കും ശിർക്കിന്റെ. മാത്രമല്ല, ഇവിടുന്ന് പള്ളിക്കെട്ടിൽ നേർച്ചയുമായി പോകുന്ന ശൗര്യമലയിലേക്ക്, പള്ളിക്കെട്ട് ശൗര്യമലക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം പിടിച്ചു കൊണ്ടുപോകുന്നു. ആ പള്ളിക്കെട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത് ഒന്ന് ബാബർ ശേഖനാണ്, ഒന്ന് അയ്യപ്പ സ്വാമിക്കാണ്. ഞാൻ ശേഖൻ പറഞ്ഞ ബാബർ സ്വാമിക്ക് ആയിക്കോട്ടെ. പക്ഷെ അയ്യപ്പ സ്വാമിക്ക് കൊടുക്കുന്ന വാങ്ങാൻ നിൽക്കുന്ന പൂണൂൽ ധരിച്ച സ്വാമിയാരാണ്. ബാബർ ശേഖൻ കൊടുക്കുന്ന വാങ്ങാൻ നിൽക്കുന്നത് തലപ്പാവ് കെട്ടിയ മുസ്ലിയാരാണ്. സമസ്തക്കാരെ വിധി പറയൂ നിങ്ങൾ. ഈ മുസ്ലിയാർ വാങ്ങിയാൽ തൗഹീദും സ്വാമിയാർ വാങ്ങിയാൽ ശിർക്കുമാണോ? എന്താണ് ആ ശിർക്കിന്റെ നിർവചനം? സമസ്ത മുസ്ലിയാക്കളെ രണ്ട് സമസ്തക്കാരും പറയൂ, എന്താണ് ഈ ശിർക്കിന്റെ നിർവചനം? എന്താണ് ശിർക്കിൻ്റെത്? അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, നമ്മുടെ അറിവിന് അപ്പുറമുള്ളതുണ്ടല്ലോ. നിനക്കറിയാത്തൊരു കാര്യം എന്നോട് പങ്കുചേർത്താൽ അവർ രണ്ടുപേരും നിന്നെ നിർബന്ധിച്ചാൽ അവർ ശരിക്കും പോകരുതേ. അത് നമ്മൾ ആരോടും പറയില്ല. അതുകൊണ്ട് അള്ളാഹുവിനാണ് ഒഴിബ്. ഒഴിബ് അല്ലാത്തൊരു കാര്യം നമ്മൾ അറിയുകയാണെങ്കിൽ മനുഷ്യന്മാരുടെ കഴിവ് അത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇന്ന കഴിവുണ്ട്, ഇന്ന കഴിവുണ്ട്. അതാണ് മനുഷ്യ കഴിവ്. ഡോക്ടറാണെങ്കിൽ അയാൾ ഏതിന്റെ സ്പെഷ്യലിസ്റ്റാണ്, അത് ഏത് മതക്കാരനായിക്കോട്ടെ നമുക്ക് തിരക്കടില്ല. ഇന്ന രോഗത്തിന്റെ സ്പെഷ്യലിസ്റ്റ് അയാളെ കാണാൻ പോകുന്നു. മനുഷ്യ കഴിവ് താവനുവാലിൽ ബിർവത്തഖ്വാ, മനുഷ്യ കഴിവ് നിങ്ങൾ പരസ്പരം സഹായിക്കണം, സഹകരിക്കണം. അത് സഹായം കാരണം എന്നാണ്. മനുഷ്യ കഴിവിന്റെ അപ്പുറമുള്ളത് പടച്ചവനോട്, അത് മലക്കിനും ജിന്നിനും സങ്കല്പിച്ച് ചേരാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ. പക്ഷേ നമ്മുടെ ഒരു കൂട്ടർ തൗഹീദിൽ വന്നവർ ഇപ്പോൾ ജിന്നിന് ആ ജാതി കഴിവുണ്ട്, മലക്കിന് ആ ജാതി കഴിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് കൊണ്ടുപോകുന്നു ശിർക്കിലേക്ക്. സുന്നത്ത് കഴിച്ച രൂപത്തിൽ, ചേലാകർമ്മം കഴിച്ച രൂപത്തിൽ കുട്ടി ജനിച്ചപ്പോൾ ആ കുട്ടിക്ക് ചേലാകർമ്മം കഴിച്ചത് അള്ളാഹു കൈപ്പയശ, അള്ളാഹു നിർഭാഷയത്തിൽ അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ രൂപം നൽകുന്നു.
അതിന്റെ അവയവങ്ങൾ എങ്ങനെയായിരിക്കുന്നു അവൻ തീരുമാനിക്കുന്നു. പക്ഷേ ചില മദനിമാരും ചില സുല്ലമിമാരും ഇപ്പൊ ഫത്വ കൊടുക്കുകയാണ് ജിന്ന് ഏലാകർമ്മം കഴിച്ചതാണ്. നോക്കൂ നിങ്ങൾ, മദനിമാരും സുല്ലമിമാരും എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ലജ്ജയില്ലായിട്ടല്ല അവരെ പറ്റി പറയുന്നത്. പക്ഷേ അത് തീരുമാനിക്കാൻ നമ്മുടേതാ ഈ തൗഹീദിന്റെ പ്രബോധന രംഗം. അത് ഉത്ബോധന ഈ നിലയ്ക്ക് ഉത്ബോധിപ്പിച്ച് ഇതാ ഈ തൗഹീദിന്റെ മൗലവി, ശൈഖ് മുഹമ്മദ് മൗലവി, സൈദ് മൗലവി, അബ്ദുള്ള ഹാജി ഇവരെല്ലാം ഇതുവരെ കൊണ്ടുവന്ന ആ തൗഹീദ് ഉറച്ചു നിന്ന അതേ മന്നഹജ്, പുതിയ മന്നഹജ് ഇറക്കാതെ, ഒരു മന്നഹജ് സലഫി എന്നൊരു പുതിയ മന്നഹജ് ഇറക്കാതെ റുഖിയ ശറയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മന്ത്രത്തിന്റെ തന്ത്രം കൊണ്ടാതെ ഈ ശറയ്യ റുഖിയ എന്ന് പറഞ്ഞത് മന്ത്രവാദം കൊണ്ടുവരാനുള്ള തന്ത്രമാണ്. എന്താ ശറയ്യ അല്ലാത്ത ഇവിടെ ഉള്ളത്? നമ്മുടെ കച്ചവടം ശറയ്യല്ലേ? ശറയിൽ അനുവദിച്ച കച്ചവടം ശറയ്യല്ലേ? ശറയിൽ അനുവദിച്ച മരുന്ന് ശറയ്യല്ലേ? പിന്നെ എവിടുന്ന് അവർക്കൊരു ശറയ്യ റുഖിയ ഉണ്ടായത്? അതെല്ലാം കുരന്തരങ്ങളാണ് ശിർക്കിലേക്ക് കൊണ്ടുപോകുവാൻ. ആ അതിൽ കൊണ്ടുവന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെഹ്ർ പറ്റിയിരിക്കുന്നു എന്ന് പ്രചരിപ്പിച്ച് സെഹ്റിനെ പ്രചരിപ്പിക്കുവാൻ ഈ ജാതി പുതിയ മന്നഹജുകൾ ഇറക്കിയാൽ അത് ഇറക്കുന്ന കാലത്ത് രണ്ട് വിഭാഗം ആലിമ്യങ്ങൾ പൗപ്പത്തുവാൻ തീരുമാനിച്ചു ഒരു പുതിയ മന്നഹജും ഇവിടെ ഇറക്കരുത്, നമുക്ക് ഇതുവരെ കൊണ്ടുവന്ന മന്നഹജ് മതി. ഞങ്ങൾ ഇന്നും അതിലേക്കാണ് ക്ഷണിക്കുന്നത്. വ്യതിചലിച്ചു പോയ മന്നഹജ് അറബികൾക്ക് വേണ്ടി അൽമനാറിന്റെ ആമുഖത്തിൽ അറബിയിൽ എഴുതി വെച്ചത് മാറ്റാതെ തിരുത്താൻ കഴിയില്ല. ഇവിടെ ജിന്നിന്റെ പേര് പറഞ്ഞ് ISMനെയോ MSMനെയോ MGMനെയോ പിരിച്ചുവിട്ടുകൊണ്ടായില്ല. അവരെ കൂട്ടിലിട്ട് വളർത്തിയത് തൗഹീദിനെ എതിർക്കാൻ വേണ്ടി, ഞങ്ങൾ എതിർക്കാൻ വേണ്ടി വളർത്തിയവർക്ക് അതിന് കൈകളയാൻ കഴിയില്ല. മനസ്സിലാക്കണോ നിങ്ങൾക്ക്? സ്വന്തം സ്ഥാനം രക്ഷിക്കുവാൻ ഇവരൊക്കെ കൂട്ടിലിട്ട് തിന്നാൻ കൊടുത്ത് വളർത്തി, പണം കൊടുത്ത് വളർത്തി. MSMനെ പിരിച്ചുവിട്ടപ്പോൾ 35 ലക്ഷമാണ് MSM ഫണ്ടിൽ നിന്ന് പിരിച്ചുവിട്ടത്, ഫണ്ടിൽ നിന്ന് ഭരിച്ചത്. ഇതൊക്കെ കൊണ്ടുവന്ന് വളർത്തി കൊടുത്തത് ആരാണ്? ഈ വളർത്തി കൊടുത്തവർക്ക് ഇന്ന് ഒഴിവാൻ കഴിയുമോ? ഇപ്പോൾ അവർ പള്ളി കൂട്ടിക്കുന്നു, വലിയ സേവനമാണ്. 2.5 കൊല്ലം ഫറൂഖ് പള്ളി കൂട്ടിച്ചത് തന്റെ ഒരു മഹാസേവനമായി എടുത്തു പറയുന്ന ചിലരുണ്ട്. ഇവിടെ തൗഹീദിന്റെ പ്രസംഗം, ഇവിടെ മസ്ജിദ് ഇമാമുൽ ഹറമൈൻ കേട്ടിട്ടുണ്ട്, 2 ഹറമേൽ ഒരു ഇമാമും. മസ്ജിദ് ഖിബ്ലത്തൈൻ കേട്ടിട്ടുണ്ട്, തന്റെ 2 ഖിബ്ലക്ക് ഒരേ നമസ്കാരത്തിൽ 2 ഖിബ്ലക്ക് നിസ്കരിച്ച് മദീനത്തുൽ പള്ളി ഖിബ്ല മാറിയപ്പോൾ മസ്ജിദ് ഖിബ്ലത്തൈനി. ഇപ്പൊ മസ്ജിദിൽ ഇമാമൈൻ ഉണ്ട് കേരളത്തിൽ, വടകരയിൽ. കാരണം ഒരു ജമാഅത്തിന് 2 ഇമാം വന്നു. വടകരയിൽ ഇപ്പൊ അടുത്ത ദിവസം ഒരു ജമാഅത്തിന് 2 ഇമാമ്. എന്നിട്ട് ഇമാമ് സലാം കിട്ടിയപ്പോൾ 2 കൂട്ടരും തല്ലും ചെയ്തു. പോലീസ് വന്ന് കളിയാക്കി, കൂട്ടരെ നിങ്ങൾ 2 ഇമാം ഒരു ജമാഅത്ത് വന്നിട്ട് ഇപ്പൊ 2 പേരും തല്ലും ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞ് കളിയാക്കി തിരിച്ചുവിട്ടു. നോക്കൂ നിങ്ങൾ, മസ്ജിദിൽ ഇമാമേന് കേരളത്തിലെ കാണുള്ളൂ. ആരെ ഇതിനൊക്കെ ഏതുണ്ടാക്കിയത്? നാണമില്ല ഇതൊക്കെ പറയാം. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ തവസ്സുലിനെ പറ്റി പറയില്ല. വസീല എന്ന് പറഞ്ഞ ഉബുത്തഖൂലിൽ വസീല, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അത് പുണ്യകർമ്മമാണ്, സൽക്കർമ്മങ്ങളാണ്, അള്ളാഹുവിന്റെ അസ്മാഉൽ സിഫാത്തുകളാണ്. അത് രൂപം തിരിഞ്ഞ് കാണും തടികളാണ് എന്ന് സമസ്തക്കാരോട് പറഞ്ഞിരുന്നത് മാത്രമാണ് തവസ്സുൽ വസീല എന്ന്. അതിപ്പോൾ ഇന്ന് മാറി. റദ്ദുൽ വഹാബി അവർ പിൻവലിച്ചു. ഇപ്പൊ റദ്ദുൽ വഹാബിയെ കാണാൻ കഴിയുന്നില്ല. അതിലെങ്ങനെയാണ് അർത്ഥം പറഞ്ഞത്? EK അസം മുസ്ലിയാർ കൊട്ടപ്പുറം വാഴപ്രകാരത്തിന് മുമ്പ് കുഴിപ്പുറം പറഞ്ഞല്ലോ, അതുപോലെ വേറെ പറഞ്ഞല്ലോ. ഈ EK അസം മുസ്ലിം അവസാനമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ. ഖുർആൻ പരിഭാഷ പാടില്ല, ഫാത്തിഹന്റെ അർത്ഥം പോലും പഠിക്കാൻ പാടില്ല. ആ പുസ്തകം ഇന്ന് വെളിച്ചത്ത് കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ മുസ്ലിംമാർക്കാരെങ്കിലും? എന്റെ കാരണം അതാണ് ശാപം, അതാണ് ശാപം. ഇതുപോലെ തന്നെ ഈ കാന്തപുരം ഇപ്പോൾ അവാർഡ് കൊടുക്കുന്നു. ഇവിടുത്തെ സർക്കാരിന് മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് നാണമില്ലല്ലോ ഒരു ജനാധിപത്യ നാട്ടിന്. കാരണം ഒരു വിദേശത്ത് ഒരാൾ വന്ന് അയാൾ ഇവിടെ ഒരു മുടിയും പൊടിയും കൊടുത്തപ്പോൾ അത് വിദേശത്ത് ഒരു മന്ത്രിയാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ട്, എന്നിട്ട് ഒരു മതപണ്ഡിതന്റെ അടുത്ത്, ഒരു പുരോഹിതന്റെ അടുത്തിരുന്ന് അവാർഡ് വാങ്ങി സ്വീകരിച്ച് ഒരു ജനാധിപത്യ നാടിന്റെ മുഖ്യനാവാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നാണമില്ലേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. എന്തിനാണ് അവാർഡ് സ്വീകരിച്ചത്? ആ അഫിഡവിറ്റ് തിരുത്താൻ പറഞ്ഞിട്ടില്ലേ അവിടുത്തെ മുസ്ലിം സമുദായത്തിനോട്? മുസ്ലിം ലോകത്തിന്റെ ബഹുഭൂരിപക്ഷവും ആ അഫിഡവിറ്റ് തിരുത്തണമെന്നാണ് പറയുന്നത്. കാന്തപുരം മുസ്ലിയാർക്ക് വേണ്ടി ഈ ഒരു വിദേശത്ത് നിന്ന് വന്ന ഏതോ ഒരു ചൈത്തണ്ടി വന്നിട്ട് ഇവിടെ ഒരു മുടിയും പൊടിയും കൊടുത്തിട്ട് അത് അവിടുന്ന് മന്ത്രി വന്നിട്ട് ഔദ്യോഗികമായി കൈമാറിയതാണ് എന്ന് കോടതിയിൽ ഒരു സർക്കാരിന് അഫിഡവിറ്റ് കൊടുക്കാൻ എന്തൊരു നാണമില്ലേ ഈ സർക്കാരിന്? അത് ചില അകൃത്യപ്പെടുത്തങ്ങൾ അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുപോവുക. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം പുണ്യകർമ്മങ്ങളാണ്, അതാണ് വസീല. അങ്ങനെ നിങ്ങൾ ആ മാർഗത്തിൽ ജിഹാദ് ചെയ്താൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കും. ആ മാർഗം ഏതാണ്? ഈ തൗഹീദിൽ നിലകൊള്ളുന്ന മുജാഹിദീങ്ങൾ ആരാണ്? നിങ്ങൾ മുജാഹിദീങ്ങൾ ബേജാറാവണ്ട. നമുക്ക് മുജാഹിദ് എന്ന് പറയാൻ കഴിയ, എല്ലാവരും അങ്ങനെയായി ഒക്കെ ആയിക്കോട്ടെ. മുജാഹിദുകൾ ആരാണെന്ന് ഈ പ്രബോധനങ്ങളും ഇന്നത്തെ നമ്മുടെ ക്യാമ്പയിനുകളും അവസാനം 14 ഏപ്രിൽ 6, 7, 8, 9 നടക്കുന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തോടുകൂടി കേരളത്തിലെ മുജാഹിദുകൾ ആരാണ് എന്ന്
കേരളക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാകും ഇൻഷാ അള്ളാഹ്. അത് ലോകത്തിന് മനസ്സിലാക്കും. അത് അറബികളുടെ പണം കണ്ടിട്ടല്ല, ഇവിടുത്തെ പണക്കാരുടെ പണം കണ്ടിട്ടല്ല. നമ്മൾ ഇതുവരെയും 12 കൊല്ലം നിലകൊണ്ടിട്ടുണ്ടെങ്കിൽ പടച്ചവനിൽ ഭയമേൽപ്പിച്ചുകൊണ്ടാണ്, അവന്റെ തൗഫീഖ് കൊണ്ടാണ്, അവന്റെ അനുഗ്രഹം കൊണ്ടാണ്. മറ്റ് പണക്കാരും എന്തെല്ലാം നമുക്കെതിരായി വന്നു, ഭരണകൂടങ്ങൾ മറ്റൊക്കെ. പക്ഷെ എന്നിട്ടും ഇത് അതിജീവിച്ചത് പടച്ചതമ്പുരാൻ ഈ ചെറു സംഘം നിലനിർത്തണം എന്നുകൊണ്ട് തന്നെയാണ്. ഈ ആദർശം വ്യതിചലിക്കാതെ ഇതുമായി മുന്നോട്ട് പോകുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, അതാണ് അല്ലാഹു ജാഹിദൂ ഫീ സബീലിഹി, അവന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്താൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കും. ആ വിജയിക്കുന്ന ഉത്തമ സമുദായത്തിന്റെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാദപ്രതിവാദത്തിൽ കൂടി എന്ന് പറയുന്നു, കൊട്ടപ്പത്തിന് ശേഷം അലങ്കോലപ്പെടുകയാണ് വാദപ്രതിവാദങ്ങളെല്ലാം. വ്യവസ്ഥാപിതമായി നടക്കാനുണ്ടോ? സമസ്തയും കേരള ജമിയത്തുലമയും തമ്മിൽ ലിഖിത രൂപത്തിൽ എഴുതി വെച്ച വ്യവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ആരാണ് ജയിച്ചത് എന്ന് തോറ്റതെന്ന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ തലമുറകൾക്ക് മനസ്സിലാക്കാൻ രൂപത്തിലാണ് ലിഖിത രൂപത്തിലുള്ള സംവാദങ്ങൾ. എങ്കിൽ അത് നടത്താമെങ്കിൽ നമുക്ക് ആ വ്യവസ്ഥ പ്രകാരം കേരള പണ്ഡിത സംഘടനകൾ നടത്തിയ വ്യവസ്ഥ പ്രകാരം നടത്താം, നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ നടത്താം. അത് നമുക്ക് തരാറില്ല. കാര്യങ്ങൾ തലമുറകൾ മനസ്സിലാക്കട്ടെ. അതല്ലെങ്കിൽ ഈ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ചിരുന്ന്, ഞാൻ ഒരിക്കൽ എന്നോട് കാന്തപുരം ആളുകൾ വന്ന് എന്നെ ഇന്റർവ്യൂവിന് വന്നു. ആളുകൾ ഞാൻ പറയുന്നത് മാത്രം കൊടുക്കുന്നത് ചെയ്തോളൂ, പക്ഷേ നിങ്ങളെനിക്ക് വിശ്വാസമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തൊക്കെ ചെയ്ത് അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ഞാൻ അംഗീകരിക്കുന്ന സ്ഥാപനത്തിൽ വന്ന് അയാൾ ക്ലാസ് എടുത്തോട്ടെ, തൗഹീദ് അയാളുടെ തൗഹീദ്, അയാൾ എന്താ തൗഹീദ് ശിർക്ക് പറയുന്നത് അതിൻ്റെ ആയിക്കോട്ടെ, ക്ലാസ് എടുക്കട്ടെ. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ കുട്ടിയോട് ചോദിച്ചാൽ മറുപടി അറിയാം. പക്ഷെ ഈ ഒരു അവസരം ഇങ്ങോട്ടും തരണം, വളരെ സ്ഥാപനത്തിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ വെറും ചോദിച്ചോട്ടെ. ഈ ഒരു സൗഹാർദ്ദം മുസ്ലിമുകൾ ഉണ്ടാവണം. അതിന് നമുക്ക് നമ്മുടെ ഈമാൻ ശരിയാവണം. ഒന്ന് കേട്ടുമുൽക്കാൻ പോകാൻ പാടില്ല. കാരണം അത് ഞങ്ങൾ പറയാൻ കഴിയുന്നത് ഞങ്ങളുടെ ശക്തി കൊണ്ടൊന്നല്ല, തൗഹീദാണ്. കാരണം ശിർക്ക് പോയാൽ അത് ചിലന്തി വല എന്നാ ഖുർആൻ പറഞ്ഞത്. കമസലിൽ അങ്കബൂത്ത് ഇത്തഹത്ത് ഇത്താണ്, ഈ ചിലന്തിയുടെ വല കേട്ടപ്പം നീങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഇത് കേൾക്കരുതേ പോകരുതേ എന്നറിയുന്നുണ്ടല്ലോ. നമുക്കതില്ല. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, ആ തൗഹീദ് അത് ചിലന്തി വല പോലെ നീങ്ങിപ്പോവുകയില്ല. അതുകൊണ്ട് തന്നെ ആരുമായി ഈ വിഷയത്തിൽ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ സമാധാനമെന്താ ആരും അലങ്കോലപ്പെടുന്നില്ലെങ്കിൽ ആ അലങ്കോലപ്പെടാത്ത രൂപത്തിലുള്ള ഏത് സമാധാനങ്ങൾക്കും ഇപ്പോൾ ഇവിടെ കോഴമ്പഴ വെച്ച് നടത്തിയില്ലേ, എന്തുണ്ടായി? അതിനെപ്പറ്റി ഇവിടുത്തെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ പറയും. ഞാൻ ആ കാര്യം ഇതിലേക്ക് കടക്കുന്നില്ല. അത് അങ്ങനെയുള്ള ഒരു പ്രബോധനത്തിന്റെ മാർഗം എന്ന നിലയ്ക്ക് ഈ മുജാദല, പക്ഷെ ആശയം മനസ്സിലാക്കണം, സത്യം മനസ്സിലാക്കണം, പഴയ മുനാദറ അത് ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ അതെല്ലാവരും സന്നദ്ധരാവുക. ഇത് തിരിച്ചറിയാൻ വേണ്ടി തന്നെ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തി ശരിയായ സാലിഹാമലായ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കൊട്ടപ്പുറം വാദപ്രതിവാദം ഇതിവിടെ അവസാനിച്ചത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇനി മറ്റു കാര്യങ്ങൾ നമ്മുടെ വിശദീകരിച്ച് കേൾക്കാം. അതിന്റെ ശരിയായ അതിന്റെ കരാറിൽ ഒപ്പിട്ട ഗുരുക്കോയ മാഷ് അദ്ദേഹം അത് വ്യക്തമായി തെളിവുകൾ സംവിധാനം വിവരിക്കുകയുണ്ടായി. ഇതെല്ലാം ഒരു നല്ല സാലിഹായ അമലായി നല്ല ദഅവത്തായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ ആരംഭം കുറിച്ചായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم. آمين 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 برحمتك يا أرحم الراحمين. وسلام على المرسلين الحمد لله رب العالمين. السلام عليكم ورحمة الله. പ്രായമെത്ര കഴിഞ്ഞാലും പ്രായമെത്ര കൂടിയാലും തളരാതെ ശബ്ദമിടരാതെ തൗഹീദ് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ തൗഫീഖ് തന്നെ വേണം. ആഖിറത്തിൽ പഠിക്കുന്ന പണ്ഡിതന്മാർക്ക് പിൻബലം നൽകണം നാം. ചരിത്രത്തിന്റെ എഴുതായ്മയിലൂടെ നമ്മെ കൈപ്പിടിച്ചു നടത്തി തൗഹീദ് എന്താണെന്ന് വ്യക്തമാക്കി തന്ന ഉമർ സുല്ലമിക്ക് സംഘാടക സമിതിയുടെ കൃതജ്ഞത